So, what is insurance? Insurance is a contract whereby one party agrees for a consideration called a premium to indemnify the other against a possible loss or to pay a stated sum of money on the happening of a particular event. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് പാർട്ടീസ് തമ്മിലുള്ള കോൺട്രാക്റ്റ് ആണ് ഇൻഷുറൻസ്. എന്തിനുള്ള കോൺട്രാക്റ്റാണ്? ഒരു പാർട്ടിയുടെ ലോസ് കോമ്പൻസേറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുള്ള എഗ്രിമെൻറ്റ്, അല്ലെങ്കിൽ ഒരു സർട്ടൻ പീരീഡ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റ് ഹാപ്പൻ ചെയ്യുമ്പോൾ ഒരു സർട്ടൻ സം ഓഫ് മണി പേ ചെയ്യാം എന്നുള്ളൊരു കോൺട്രാക്റ്റാണ് ഇൻഷുറൻസ്. എന്തിൻ്റെ ബേസിലാണ് ഇത് പേ ചെയ്യുന്നത്? നമ്മൾ പീരിയോഡിക്കലായിട്ട് പേ ചെയ്യുന്ന ഒരു കൺസിഡറേഷൻ ഇൻ ടേംസ് ഓഫ് മണി, അതായത് പ്രീമിയം. നമ്മൾ പീരിയോഡിക്കലായിട്ട് ഒരു സർട്ടൻ മണി അല്ലെങ്കിൽ പ്രീമിയം പേ ചെയ്യുന്നതിൻ്റെ ബേസിൽ നമുക്ക് നമ്മുടെ ഒരു ലോസ് ഉണ്ടായാൽ അത് കോമ്പൻസേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിന് ഒരു ഡെത്തോ അല്ലെങ്കിൽ ആ പോളിസിയുടെ മെച്യൂരിറ്റി വന്നു കഴിഞ്ഞാൽ ഒരു സർട്ടൻ സം ഓഫ് മണി പേ ചെയ്യാം എന്നുള്ളൊരു എഗ്രിമെൻ്റാണ്, രണ്ട് പാർട്ടീസ് തമ്മിലുള്ള എഗ്രിമെൻ്റാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ എന്താണ് ഇൻഷുറൻസ് എന്ന്? ഇനി എന്താണിത്? ദിസ് എഗ്രിമെൻറ്റ് ഓർ കോൺട്രാക്ട് വെൻ പുട്ട് ഇൻ റൈറ്റിംഗ് ഈസ് നോൺ ആസ് പോളിസി. ഈ എഗ്രിമെൻറ്റിന് അല്ലെങ്കിൽ ഈ കോൺട്രാക്റ്റിനെ നമ്മൾ റിട്ടേൺ ഡോക്യുമെൻ്റായിട്ട് കീപ്പ് ചെയ്യുന്നതിനാണ് പോളിസി എന്ന് പറയുന്നത്. എഗ്രിമെൻറ്റ് റൈറ്റിങ്ങിൽ നമ്മൾ അതൊരു കോൺട്രാക്റ്റ് ആക്കി അതിൻ്റെ ലീഗൽ വാലിഡിറ്റി ഉള്ള ഒരു റിട്ടേൺ ഡോക്യുമെൻ്റാണ് എന്ത്? പോളിസി എന്ന് പറയുന്നത്. ഇനി the person whose risk is covered is called insured and the company or corporation which insures is known as insurer. രണ്ട് പാർട്ടീസാണ് ഉള്ളത് ഇൻഷുറൻസ് കോൺട്രാക്റ്റിൽ. ആരൊക്കെയാണ്? ഇൻഷുർഡ് ആൻഡ് ഇൻഷൂറർ. അപ്പം ഇൻഷുർഡ് ആരാണ്? ആരുടെ റിസ്ക് ആണോ കമ്പനി കവർ ചെയ്യുന്നത് അവരെയാണ് നമ്മൾ ഇൻഷുർഡ് എന്ന് പറയുന്നത്. ആരുടെ റിസ്ക് ആണോ കവർ ചെയ്യുന്നത്, ഹൂസ് റിസ്ക് ഈസ് കവേർഡ്, അതാണ് ഇൻഷുർഡ്. ആൻഡ് ദ കമ്പനി ഓർ കോർപ്പറേഷൻ വിച്ച് ഇൻഷുവേഴ്സ് ഈസ് നോൺ ആസ് ഇൻഷുറർ. ഏത് കമ്പനിയാണ് അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ ആയിരിക്കും ഈ ലോസ് കവർ ചെയ്യാൻ ഏൽക്കുന്നത്, ആ കമ്പനി അല്ലെങ്കിൽ കോർപ്പറേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഷുറർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടീസ് തമ്മിലുള്ള എഗ്രിമെൻ്റാണ് ഇൻഷുർഡ് ആൻഡ് ഇൻഷൂറർ. ഇനി ഫോർത്ത് പോയിന്റ് എന്താണ്? ദ കൺസിഡറേഷൻ ഇൻ റിട്ടേൺ ഫോർ വിച്ച് ദ ഇൻഷൂറർ എഗ്രീസ് ടു മേക്ക് ഗുഡ് ദ ലോസ് ഈസ് നോൺ ആസ് പ്രീമിയം. നമുക്ക് ലോസ് കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് നമ്മൾ കൊടുക്കുന്ന കൺസിഡറേഷൻ ഇൻ റിട്ടേൺ, നമ്മൾ പീരിയോഡിക്കലായിട്ട് പേ ചെയ്യുന്ന കൺസിഡറേഷൻ ഇൻ റിട്ടേൺ ആണെന്ത്? പ്രീമിയം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ മന്ത്ലിയോ അല്ലെങ്കിൽ ക്വാർട്ടർലിയോ അല്ലെങ്കിൽ ഇയർലിയോ ഒക്കെ പ്രീമിയം പേ ചെയ്യും അല്ലേ? ഒരു സർട്ടൻ സം ഓഫ് മണി പീരിയോഡിക്കലായിട്ട് പേ ചെയ്യും. അതിനെയാണ് എന്ത് പറയുന്നത്? പ്രീമിയം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇതാണ് ഇൻഷുറൻസിനെ കുറിച്ചുള്ള മെയിൻ ഡീറ്റെയിൽസ്. നമ്മളപ്പം ഇൻഷുറൻസിൻ്റെ ടൈപ്സ് നോക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് എന്തൊക്കെയാണെന്ന്. So there are mainly two types of insurance, life insurance and general insurance. ലൈഫ് ഇൻഷുറൻസിൽ എന്താണ്? ലൈഫ് റിസ്കിനെ ഇൻഷുർ ചെയ്യുന്നതിനാണ് നമ്മൾ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതിൽ രണ്ട് ടൈപ്പ് ഓഫ് പോളിസിയാണ് മെയിനായിട്ടുള്ളത്, എൻഡോവ്മെൻറ്റ് പോളിസി ആൻഡ് ഓൾ ലൈഫ് പോളിസി. അതിൽ എൻഡോവ്മെൻറ്റ് പോളിസിയിൽ എന്താണ് പറയുന്നത്? എൻഡോവ്മെൻറ്റ് പോളിസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദ ക്ലെയിം ക്യാൻ ബി ഡിമാൻഡഡ് അറ്റ് ദ ടൈം ഓഫ് മെച്യൂരിറ്റി ഓർ ഡെത്ത് ഓഫ് the insured person whichever comes earlier. ഒരു ഇൻഷുർഡ് പേഴ്സൺ അല്ലെങ്കിൽ ഇൻഷുറൻസ് ഹോൾഡർ മെച്യൂരിറ്റി പീരീഡ് ആണോ ആദ്യം കഴിയുന്നത് അല്ലെങ്കിൽ അയാളുടെ ഡെത്ത് ആണോ ആദ്യ സമയം, ഇതിലേതാണോ ആദ്യം സംഭവിക്കുന്നത് ആ സമയത്ത് അവർക്ക് ബെനിഫിറ്റ് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താണ് ആ കേസിൽ ഇൻഷുർഡ് പേഴ്സണിൻ്റെ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ബെനിഫിറ്റ് കിട്ടാനുള്ള ഒരു ഓപ്ഷൻ എൻഡോവ്മെൻറ്റ് പോളിസിയിലുണ്ട്. ബട്ട് ഇൻ ഓൾ ലൈഫ് പോളിസിയിൽ എന്താണ്? ഓൾ ലൈഫ് പോളിസിയിൽ പേ ദ പ്രീമിയം ത്രൂ ഔട്ട് ഹിസ് ലൈഫ് or a certain period of time, but after the death of the insured person only the benefit can be
ക്ലെയിംഡ്. അപ്പം നോമിനീസിന് മാത്രമാണ് ഓൾ ലൈഫ് പോളിസിയിൽ ബെനിഫിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുക. ഇനി അത് ഒരു ഫിക്സഡ് പീരീഡ് പ്രീമിയം ഉള്ളെങ്കിലും ആ ഇൻഷുർഡ് പേഴ്സണിൻ്റെ ഡെത്തിൻ്റെ സമയത്ത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബെനിഫിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഓൾ ലൈഫ് പോളിസി. അപ്പം നോമിനീസിന് മാത്രമേ ഓൾ ലൈഫ് പോളിസിയിൽ ആ ബെനിഫിറ്റ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ലൈഫ് ഇൻഷുറൻസിൽ മെയിനായിട്ട് വരുന്ന 2 പോളിസീസ്. പിന്നെ ജനറൽ ഇൻഷുറൻസിൽ എന്തൊക്കെയാണ് കവർ ചെയ്യുന്നത്? ലൈഫ് റിസ്ക് അല്ലാണ്ട് ബാക്കിയുള്ള ഒബ്ജക്റ്റ്, കാറ്, ഹൗസ്, പ്രോപ്പർട്ടീസ്, ഇങ്ങനെയുള്ള ഐറ്റംസിൻ്റെ മുകളിലൊക്കെ ഇൻഷുറൻസ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിനാണ് ജനറൽ ഇൻഷുറൻസ് പറയുന്നത്. ജനറൽ ഇൻഷുറൻസിൽ എന്തൊക്കെയാണ് ഓപ്ഷൻസ് വരുന്നത്? ഫയർ ഇൻഷുറൻസ് വരുന്നുണ്ട്, മറൈൻ ഇൻഷുറൻസ് വരുന്നുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ളതാണ് ജനറൽ ഇൻഷുറൻസിൽ വരുന്നത്. നമ്മളിപ്പോൾ ലൈഫ് ഇൻഷുറൻസിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമ്മുടെ സിലബസിൽ നമുക്ക് ലൈഫ് ഇൻഷുറൻസിൻ്റെ ഫൈനൽ അക്കൗണ്ട്സ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് എന്നാണ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത്? ലൈഫ് ഇൻഷുറൻസ് സ്റ്റാർട്ട് ചെയ്തത് 1956 LIC ആണ് ലൈഫ് ഇൻഷുറൻസ് സ്റ്റാർട്ട് ചെയ്തത്. ദാറ്റ് ഈസ് അണ്ടർ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആക്ട് 1956. പിന്നീട് ഈ ലോ അമെൻഡ് ചെയ്തിട്ട് പ്രൈവറ്റ് സെക്ടേഴ്സിനൊക്കെ ലൈഫ് ഇൻഷുറൻസ് ഓഫർ ചെയ്യാനുള്ള ചാൻസസ് കൊടുത്തു. ഇപ്പം എല്ലാ പ്രൈവറ്റ് സെക്ടറിലും ലൈഫ് ഇൻഷുറൻസ് ഓഫർ ചെയ്യുന്നുണ്ട്. LICയും ഓഫർ ചെയ്യുന്നുണ്ട്, പ്രൈവറ്റ് സെക്ടേഴ്സും ഓഫർ ചെയ്യുന്നുണ്ട്. ബട്ട് ഓൾ ഇൻഷുറൻസ് കമ്പനീസ് ഗവേൺഡ് ബൈ IRDA ആക്ട്, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ആക്ട് 1999. So IRDA provide elaborate regulations for preparations of financial statements of ഇൻഷുറൻസ് കമ്പനീസ്. IRDA ആണ് ഇൻഷുറൻസ് കമ്പനീസിൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷൻസ് ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്നത്. ആരാണ്? IRDA ആണ്. IRDA എന്താണ്? ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ആക്ട് 1999. ഓക്കെ, അപ്പം ഇത്രയും തിയറി നിങ്ങൾ അറിഞ്ഞു വെക്കുക. തിയറി ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. മനസ്സിലായല്ലോ? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് 3 ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. റവന്യൂ അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അതിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അങ്ങനെ പ്രോബ്ലം നമുക്ക് ചോദിക്കാറില്ല. റവന്യൂ അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഇൻഷുറൻസ് കമ്പനി ഫൈനൽ അക്കൗണ്ട്സ് ലൈഫ് ഇൻഷുറൻസ് പ്രിപ്പയർ ചെയ്യുന്നത് ഫോം എയിലാണ്. ജനറൽ ഇൻഷുറൻസ് ആണെങ്കിൽ അത് ഫോം ബി ആണ്. നമ്മൾ ഫോം എ മാത്രമാണ് ഇപ്പോൾ പഠിക്കുന്നത്. നമുക്ക് ലൈഫ് ഇൻഷുറൻസ് മാത്രമാണ് സിലബസിൽ പഠിക്കാനുള്ളത്. അപ്പം റവന്യൂ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും അതാണ് മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോമാറ്റും നമ്മൾ പഠിക്കുന്നുണ്ട്. So before discussing the preparation of financial statement, we will discuss some important terms related to the financial statement preparation. Financial statement prepare ചെയ്യുന്നതിന് ആവശ്യമായിട്ട് വരുന്ന ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ്. അപ്പോൾ അത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഫസ്റ്റ്, പ്രീമിയം. എന്താണ് പ്രീമിയം? സിംപ്ലി പ്രീമിയം മീൻസ് പേയ്മെൻറ്റ്. It is the amount of money you pay your life insurance company in exchange for your coverage. നമ്മളുടെ ലൈഫ് റിസ്ക് കവർ ചെയ്യുന്നതിന് ഇൻഷുറൻസ് കമ്പനിക്ക് നമ്മൾ റിട്ടേൺ ആയിട്ട് കൺസിഡറേഷൻ ഇൻ റിട്ടേൺ ആയിട്ട് പേ ചെയ്യുന്നതാണ് പ്രീമിയം. നമ്മളൊരു പീരിയോഡിക്കൽ എമൗണ്ട് നമ്മുടെ ലൈഫ് റിസ്ക് കവർ ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മൾ പേ ചെയ്യും. അതാണ് പ്രീമിയം എമൗണ്ട്. പിന്നെ സെക്കൻഡ്, ക്ലെയിംസ്. എന്താണ് ക്ലെയിംസ്? Claim is the amount payable by the insurance company in life insurance business. Claims may arise due to 2 reasons: by death or maturity. നമ്മൾ ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ നിന്ന് നമ്മൾ ബെനിഫിറ്റ് ക്ലെയിം ചെയ്യുന്നതിനെയാണ് ക്ലെയിം എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇൻഷുറൻസ് കമ്പനി പേ ചെയ്യാമെന്ന് എഗ്രി ചെയ്ത ഇൻഷുറൻസ് എമൗണ്ട്, അതാണ് ക്ലെയിം. ലൈഫ് ഇൻഷുറൻസിൻ്റെ കേസിൽ അത് എപ്പോഴാണ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുക? 2 ഇൻസിഡൻ്റ് ആണല്ലോ. ഒന്നെങ്കിൽ പോളിസി മെച്യൂരിറ്റി പീരീഡ് കഴിയണം, അല്ലെങ്കിൽ ഡെത്ത്. ഇങ്ങനെ 2 ഇൻസിഡൻസിലാണ് ലൈഫ് ഇൻഷുറൻസിൻ്റെ ക്ലെയിം കയ്യിൽ നിന്ന് ലൈഫ് ഇൻഷുറൻസിൻ്റെ കേസിൽ നമ്മൾ ക്ലെയിം ഇൻഷുറൻസ് കമ്പനിന്ന് ഡിമാൻഡ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ക്ലെയിം എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനി ഇൻഷുർഡ് പേഴ്സണിന് പേ ചെയ്യുന്ന എമൗണ്ടിനെയാണ് ക്ലെയിം എന്ന് പറയുന്നത്. അത് ലൈഫ് ഇൻഷുറൻസിൻ്റെ കേസിൽ 2 ഇൻസിഡൻ്റ് ആണ് വരുന്നത്: ബൈ ഡെത്ത് ഓർ ബൈ മെച്യൂരിറ്റി.
ഇനി തേർഡ് വൺ ഈസ് ആനുറ്റി. എന്താണ് ആനുറ്റി? It is an annual payment which a life insurance company guarantees to pay for lump sum money received in the beginning. ആനുറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി ഒരു ഇൻഷുർഡ് അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് ഹോൾഡറെ കയ്യിൽ നിന്ന് അഡ്വാൻസ് ആയിട്ട് ഒരു ലംസം എമൗണ്ട് വാങ്ങുകയാണ്. അത് ആനുറ്റി പോളിസീസ് അവൈലബിൾ ആയിട്ടുണ്ട്. അത് നമുക്ക് ലംസമായിട്ട് ഒരു മണി നമ്മൾ ഇൻഷുറൻസ് കമ്പനിക്ക് പേ ചെയ്യുന്നു സ്റ്റാർട്ടിങ്ങിൽ തന്നെ. അതിന് റിട്ടേൺ ആയിട്ട് ഇൻഷുറൻസ് കമ്പനി ആനുവലായിട്ട് ഇത്ര എമൗണ്ട് പേ ചെയ്യാമെന്ന് എഗ്രി ചെയ്യും. അതാണ് ആനുറ്റി. അപ്പം അഡ്വാൻസ് ആയിട്ട് ഇൻഷുറൻസ് ഹോൾഡറെ കയ്യിൽ നിന്ന് ഒരു ലംസം എമൗണ്ട് കളക്ട് ചെയ്തിട്ട് അതിന് റിട്ടേൺ ആയിട്ട് ആനുവൽ പേയ്മെൻറ്റ്, അതായത് ആനുവലി ഒരു സർട്ടൻ എമൗണ്ട് പേ ചെയ്യുന്നതാണ് ആനുറ്റി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി നെക്സ്റ്റ് വൺ ഈസ് സറണ്ടർ വാല്യൂ. എന്താണ് സറണ്ടർ വാല്യൂ? ഇഫ് ദ ഇൻഷുർഡ് പേഴ്സൺ ഈസ് നോട്ട് ഇൻ എ പൊസിഷൻ ടു കണ്ടിന്യൂ പേയിങ് പ്രീമിയം, then the insurance holder requests the company to surrender or cancel the policy. ഒരു ഇൻഷുർഡ് പേഴ്സൺ അല്ലെങ്കിൽ ഇൻഷുറൻസ് ഹോൾഡർ അയാൾ പ്രീമിയം പേ ചെയ്യാനുള്ള ഒരു പൊസിഷനിലല്ല എങ്കിൽ അയാൾക്ക് ഒരു സർട്ടൻ ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ അയാളുടെ സർക്കംസ്റ്റാൻസസ് കാരണം അയാൾക്ക് ഇനി പ്രീമിയം പേ ചെയ്യാൻ കഴിയില്ല എന്ന് അയാൾ ഇൻഷുറൻസ് കമ്പനിയെ ഇൻഫോം ചെയ്യുകയാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യും? ആ ഇൻഷുറൻസ് പോളിസി ക്യാൻസൽ ചെയ്യും. എന്നിട്ട് പോളിസിയുടെ പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു സറണ്ടർ വാല്യൂ ആ ഇൻഷുറൻസ് ഹോൾഡർക്ക് പേ ചെയ്യും. അതാണ് സറണ്ടർ വാല്യൂ. ഇഫ് ആൻ ഇൻഷുർഡ് ഈസ് അണേബിൾ ടു പേ ദ ഫർദർ premium, he can get his policy paid from the company. It is the present cash value of policy which a holder gets from the company on surrendering all the rights of the policy. അയാൾക്ക് പ്രീമിയം ഇനി പേ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അയാൾ കമ്പനീനോട് റിക്വസ്റ്റ് ചെയ്ത് ആ പോളിസി ക്യാൻസൽ ചെയ്തിട്ട് കമ്പനി എന്ത് ചെയ്യും? അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണക്കാക്കിയിട്ട് ഒരു സറണ്ടർ വാല്യൂ ഫിക്സ് ചെയ്യും. അതാണ് അയാൾക്ക് പേ ചെയ്യുക. അതാണ് ഈ സറണ്ടർ വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഫോർത്ത് വൺ ഈസ് ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം. അപ്പോൾ അതിന് ബോണസ് എന്താണെന്ന് ആദ്യം അറിയണം. എന്താണ് ബോണസ്? നമ്മൾ ഒരു കമ്പനിയുടെ പ്രോഫിറ്റ്, ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ ഒരു ഷെയർ പോളിസി ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിനാണ് ബോണസ് എന്ന് പറയുന്നത്. ബോണസ് ഈസ് ദ പാർട്ട് ഓഫ് പ്രോഫിറ്റ് paid to the insurance holder either in cash or in reduction of premium or can be paid with on the time of claim. ബോണസ് എന്ന് പറയുന്നത് ഒരു ഇൻഷുറൻസ് കമ്പനീൻ്റെ പ്രോഫിറ്റിൻ്റെ ഒരു ഷെയർ ഇൻഷുറൻസ് ഹോൾഡർക്ക് പേ ചെയ്യുന്നതിനെയാണ് ബോണസ് എന്ന് പറയുന്നത്. അത് നമുക്ക് ക്യാഷായിട്ട് ഇൻഷുറൻസ് കമ്പനിക്ക് പേ ചെയ്യാം, അല്ലെങ്കിൽ ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയത്തിൽ നിന്ന് ഒരു എമൗണ്ട് റെഡ്യൂസ് ചെയ്തിട്ട്. ഇപ്പോൾ ബോണസായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ക്യാഷ് പ്രീമിയത്തിൽ നിന്ന് ഒരു ഡിസ്കൗണ്ട് അല്ലെങ്കിൽ പ്രീമിയത്തിൽ നിന്ന് ഒരു റിഡക്ഷനായിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ എങ്ങനെ പേ ചെയ്യാം? വിത്ത് ക്ലെയിമിൻ്റെ കൂടെ ബോണസ് അക്കുമുലേറ്റ് ചെയ്തിട്ട്, ബോണസ് ഇത്രയും കാലത്തെ ബോണസ് അക്കുമുലേറ്റ് ചെയ്തിട്ട് ക്ലെയിമിൻ്റെ കൂടെ പേ ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ബോണസ് പേ ചെയ്യാം. ഇപ്പോൾ ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റെഡ് ഓഫ് പേയിങ് ബോണസ് ഇൻ ക്യാഷ് ദ ഇൻഷുറൻസ് കമ്പനി മേ ഡിഡക്ട് ദ ബോണസ് ഫ്രം ദ പ്രീമിയം ഡ്യൂ ഫ്രം ദ ഇൻഷുർഡ്. പ്രീമിയത്തിൽ നിന്ന് ആ ബോണസ് ഡിഡക്റ്റ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം. സോ ദിസ് ഈസ് നോൺ ആസ് ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പോളിസി. അപ്പോൾ നമുക്ക് പ്രീമിയത്തിൻ്റെ കാൽക്കുലേഷൻസ് ചെയ്യുമ്പോൾ ഈ ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എന്താണ് ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം എന്നുള്ളത് മനസ്സിലാക്കുക. ബോണസ് ക്യാഷിൽ പേ ചെയ്യുന്നതിന് പകരം ഈ ബോണസ് എമൗണ്ട് പ്രീമിയത്തിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്ത് കൊടുക്കുന്നതിനാണ് ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ടേംസ് മനസ്സിലായല്ലോ. സോ നെക്സ്റ്റ് ടേം എന്താണ്? കൺസിഡറേഷൻ ഫോർ ആനുറ്റീസ് ഗ്രാൻഡഡ്. നമ്മൾ ആനുറ്റി എന്താണെന്ന് പറഞ്ഞു അല്ലേ?
ഒരു എമൗണ്ട്, ഒരു ലംസം എമൗണ്ട് ഇൻഷുറൻസ് ഹോൾഡറുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് ആയിട്ട് വാങ്ങുമ്പോൾ അയാൾക്ക് ആനുവലായിട്ട് ഒരു ഫിക്സഡ് എമൗണ്ട് പേ ചെയ്യും. അതിനെയാണ് നമ്മൾ ആ ആനുവൽ പേയ്മെൻറ്റിനെയാണ് നമ്മൾ ആനുവിറ്റി എന്ന് പറഞ്ഞത്. ഈ ആനുവിറ്റി റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഷുറൻസ് ഹോൾഡർ ഒരു ലംസം എമൗണ്ട് പേ ചെയ്യും. അതാണ് കൺസിഡറേഷൻ ഫോർ ആനുവിറ്റീസ് ഗ്രാൻഡ് എന്ന് പറയുന്നത്. എനി ലംസം പേയ്മെൻറ്റ് റിസീവ്ഡ് ബൈ ദ ഇൻഷുറൻസ് കമ്പനി ഇൻ lieu of granting annuity is called consideration for annuity granted. ഈ ആനുവൽ പേയ്മെൻറ്റ് റിസീവ് ചെയ്യാൻ വേണ്ടി ഇൻഷുറൻസ് ഹോൾഡർ ഒരു ലംസം എമൗണ്ട് അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യും. അതിനെയാണ് എന്ത് പറയുന്നത്? കൺസിഡറേഷൻ ഫോർ ആനുവിറ്റീസ് ഗ്രാൻഡഡ്. ഇനി നമുക്ക് പഠിക്കാനുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ടേം റീ ഇൻഷുറൻസ് ആണ്. ഇത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. നമുക്ക് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുമ്പോൾ ഈ റീ ഇൻഷുറൻസ് എന്താണെന്ന് എന്തായാലും അറിഞ്ഞിരിക്കണം. അപ്പോൾ when a company accepts a business of more value and in order to reduce risk may pass on some business to other company. ഒരു ഇൻഷുറൻസ് കമ്പനി, ഇപ്പോൾ നമുക്കിപ്പം SBIനെ എടുക്കാം. SBI ഇൻഷുറൻസ് ഉണ്ടല്ലോ അല്ലേ. SBIക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്നതിലും, അതായത് മാനേജ് ചെയ്യാൻ പറ്റുന്നതിലും കൂടുതൽ ഇൻഷുറൻസ് അവർക്ക് കിട്ടി, ഇൻഷുറൻസിൻ്റെ ബിസിനസ് കിട്ടി. അപ്പോൾ അവരുടെ റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ഇൻഷുറൻസ് കമ്പനി, നമുക്ക് വേണമെങ്കിൽ ബജാജ് പറയാം അല്ലേ, ബജാജ് ലൈഫ് ഇൻഷുറൻസിലോട്ട് ഈ SBIൻ്റെ ഒരു പോർഷൻ ഓഫ് ബിസിനസ് ഈ ബജാജ് ഇൻഷുറൻസിന് നമുക്ക് പറയാം 50% ജസ്റ്റ് പറയാം. ഈ SBI അതിൻ്റെ ലൈഫ് ഇൻഷുറൻസിൻ്റെ ഒരു 50% ബിസിനസ് ബജാജ് ഇൻഷുറൻസിന് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? റീ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഒരു ഇൻഷുറൻസ് കമ്പനി അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതിലും കൂടുതൽ ബിസിനസ്, അല്ലെങ്കിൽ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതിലും കൂടുതൽ റിസ്ക് ഉണ്ടായാൽ, റിസ്ക് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഒരു സർട്ടൻ പോർഷൻ ഓഫ് ബിസിനസ് വേറൊരു ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ഇൻഷുർ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? റീ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ രണ്ട് കൺസെപ്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്, സീഡിങ് കമ്പനിയും ആക്സെപ്റ്റഡ് കമ്പനിയും. അപ്പോൾ ഇവിടെ ഏതാണ് സീഡിങ് കമ്പനി? ഏത് കമ്പനിയാണോ ബിസിനസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അവരാണ് സീഡിങ് കമ്പനി. ഈ ആക്സെപ്റ്റ് ചെയ്യുന്ന കമ്പനീനെയാണ് എന്ത് പറയുന്നത്? ആക്സെപ്റ്റഡ് കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി പഠിക്കാനുള്ള ഒരു ടേം കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് ആക്സെപ്റ്റഡ് ഓർ സീഡഡ് ആണ്. അതിൽ കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് ആക്സെപ്റ്റഡ് എന്താണ്? ഇപ്പം SBI ഇപ്പം ബജാജിന് ഒരു സർട്ടൻ പോർഷൻ ഓഫ് ബിസിനസ് ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പം ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ബജാജ് എന്ത് ചെയ്യും? അതിന് ആ ട്രാൻസ്ഫർ ചെയ്തതിനൊരു കമ്മീഷൻ SBIക്ക് പേ ചെയ്യും. അതിനെയാണ് കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് സീഡഡ് എന്ന് പറയുന്നത്. The company which passes some business to the other company gets some commission which is known as commission on insurance business ceded. അത് ആ കമ്പനിക്ക് ഒരു ഇൻകമാണ്. ഇപ്പോൾ SBIനെ സംബന്ധിച്ച് SBI ബജാജിന് ഒരു സർട്ടൻ പോർഷൻ ബിസിനസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ബജാജ് അവർക്ക് എന്ത് ചെയ്യും? ഒരു കമ്മീഷൻ പേ ചെയ്യും. അപ്പോൾ ഇതെന്താണ്? കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് ബിസിനസ് സീഡഡ് ആണ്. അപ്പോൾ SBIനെ സംബന്ധിച്ച് അതെന്താണ്? ഒരു ഇൻകമാണ് അല്ലേ. പക്ഷെ ബജാജിനെ സംബന്ധിച്ച് അതെന്താണ്? കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് ആക്സെപ്റ്റഡ് ആണ്. അതൊരു എക്സ്പെൻസ് ആണ് ബജാജിന്. മനസ്സിലായല്ലോ? കമ്മീഷൻ പെയ്ഡ് ഓൺ റീ ഇൻഷുറൻസ് ബിസിനസ് ആക്സെപ്റ്റഡ് ഈസ് നോൺ ആസ് കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് ആക്സെപ്റ്റഡ്. മനസ്സിലായല്ലോ? ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. എന്താണ് റീ ഇൻഷുറൻസ്, എന്താണ് കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് ആക്സെപ്റ്റഡ് ഓർ സീഡഡ്, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷനിലോട്ട് നോക്കാം. സോ ഇനി നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പറേഷനാണ്. അതിൽ നമ്മൾ ഫസ്റ്റ് റവന്യൂ അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. റവന്യൂ അക്കൗണ്ട് ലൈഫ് ഇൻഷുറൻസിൻ്റെ അക്കൗണ്ട്സ് നമ്മൾ ഫോം എയിലാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഫോം പഠിച്ചു വെക്കുക. ഫോമിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓർഡറിൽ ചെയ്യാൻ പറ്റില്ല. ഇത് ഈ ഓർഡറിൽ തന്നെയാണ് നിങ്ങൾ ഐറ്റംസ് ഇതിൽ റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പം ഈ ഷെഡ്യൂൾ പഠിച്ചു വെക്കുക തന്നെ വേണം. അപ്പോൾ ഇതിൽ 4 ഷെഡ്യൂൾസാണ് റവന്യൂ അക്കൗണ്ടിൽ വരുന്നത്. പ്രീമിയം, കമ്മീഷൻ, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും
ബെനിഫിറ്റ്സ് പെയ്ഡും. ഇങ്ങനെ 4 ഷെഡ്യൂൾസാണ് നമുക്ക് റവന്യൂ അക്കൗണ്ടിൽ പ്രിപ്പയർ ചെയ്യാനുള്ളത്. ഈ ഷെഡ്യൂൾസ് പ്രിപ്പയർ ചെയ്തിട്ട് ഈ എമൗണ്ടാണ് നമ്മൾ റവന്യൂ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? പ്രീമിയമാണ് ഫസ്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. പ്രീമിയം ഏത് ടൈപ്പ്, സിംഗിൾ പ്രീമിയം, റിന്യൂവൽ പ്രീമിയം, ഇങ്ങനെയൊക്കെ ചിലപ്പോൾ തന്നിട്ടുണ്ടാവും. അതൊക്കെ പ്രീമിയത്തിൽ വരും. പിന്നെ പ്രീമിയം ഓൺ റീഇൻഷുറൻസ് സീഡഡ്. നമ്മൾ റീഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ആ റീഇൻഷുറൻസ് റിസീവ് ചെയ്തതിൻ്റെ പ്രീമിയം, അല്ലെങ്കിൽ റീഇൻഷുറൻസ് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ പേ ചെയ്ത പ്രീമിയം ഇതിൽ വരണം. ഇപ്പോൾ പ്രീമിയം എന്നുള്ള ഷെഡ്യൂളിൽ വരും. ഷെഡ്യൂൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. പിന്നെ വരുന്നൊരു ഐറ്റം എന്ന് പറയുന്നത് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. ഇൻഷുറൻസ് കമ്പനീസ് പല ഇൻവെസ്റ്റ്മെൻറ്റ് ആൾട്ടർനേറ്റീവ്സിലും ഇൻവെസ്റ്റ് ചെയ്യും. അപ്പം ഈ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുന്ന ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, റെൻറ്റ്, പിന്നെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ സെയിൽ ചെയ്യുമ്പം ആ സെയിലിൽ വരുന്ന പ്രോഫിറ്റ്, അതിൽ വരുന്ന ലോസും ഒക്കെ ഇവിടെ നമ്മൾ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റിൽ റെക്കോർഡ് ചെയ്യണം, പ്രീമിയത്തിന് താഴെ. അപ്പം നമ്മൾ ഈ ഇൻകംസ് ഇവിടെ പ്രീമിയം വരും, ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്സും വരും. ഇനി കമ്മീഷനാണ് നെക്സ്റ്റ് വരുന്നത്. കമ്മീഷനിൽ നമ്മൾ പറഞ്ഞു കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് സീഡഡ് ഉണ്ടാവും, കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് ആക്സെപ്റ്റഡ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും വെച്ചാണ് കമ്മീഷൻ എന്ന് പറഞ്ഞ ഷെഡ്യൂൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള, ഇൻഷുറൻസ് ബിസിനസ്സിനെ ഡയറക്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഒക്കെ ഇതിൽ വരും, ഈ 3rd ഷെഡ്യൂളിൽ വരും. ഇനി ബെനിഫിറ്റ്സ് പെയ്ഡാണ് 4ാമത്തെ ഷെഡ്യൂളിൽ വരുന്നത്. ബെനിഫിറ്റ്സ് പെയ്ഡിൽ എന്തൊക്കെയാണ് വരുന്നത്? നമ്മൾ ഇൻഷുറൻസ് കമ്പനി പേ ചെയ്ത ക്ലെയിംസ് ഒക്കെ ഈ ബെനിഫിറ്റ്സ് പെയ്ഡിൽ വരും. അതിലും നമ്മൾ എന്ത് വരും? ക്ലെയിംസ് ഓൺ റീഇൻഷുറൻസ് സീഡഡ് വരും, ക്ലെയിംസ് ഓൺ റീഇൻഷുറൻസ് ആക്സെപ്റ്റഡ് ഒക്കെ ഈ ബെനിഫിറ്റ്സ് പെയ്ഡിൽ വരും. അപ്പം എ കാൽക്കുലേറ്റ് ചെയ്യുക. എയിൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു? പ്രീമിയം, ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റും. ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ കിട്ടും. ഈ എ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം 2nd ഷെഡ്യൂളും 3rd ഷെഡ്യൂളും, അതായത് കമ്മീഷനും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും, ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് നമുക്ക് ബി സെക്ഷൻ കിട്ടും. ബി സെക്ഷൻ്റെ ടോട്ടൽ കിട്ടും. പിന്നെ ബെനിഫിറ്റ്സ് പെയ്ഡ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4th ഷെഡ്യൂളിൻ്റെ ടോട്ടലാണ് സിയിൽ വരുന്നത്. ഈ എ മൈനസ് ബി മൈനസ് സി ആണ് എന്ത് വരുന്നത്? ഇവിടെ മൈനസ് ആണ് കേട്ടോ. എ മൈനസ് ബി മൈനസ് സി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്ന്, റവന്യൂ അക്കൗണ്ട് സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്ന് ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പോസിറ്റീവ് ആണെങ്കിൽ സർപ്ലസ് ആയിരിക്കും, നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും. പിന്നെ അതിൻ്റെ അപ്രോപ്രിയേഷൻസ്, അത് സർപ്ലസ് ആണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അക്കൗണ്ടിലോട്ട് എത്രയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, അതർ റിസർവ്സിലോട്ട് എത്രയാണ് ട്രാൻസ്ഫർ ചെയ്യണത്, ബാലൻസ് ബീയിങ് ഫണ്ട്സ് ഫോർ ഫ്യൂച്ചർ അപ്രോപ്രിയേഷൻസ് എത്രയാണ്, ഈ അപ്രോപ്രിയേഷൻസും കൂടി ഇതിൽ റെക്കോർഡ് ചെയ്യണം. ഈ അപ്രോപ്രിയേഷൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ, എത്ര പെർസെൻറ്റേജ് ഷെയർ ഹോൾഡേഴ്സിലോട്ട് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം, അതർ റിസർവ്സിലോട്ട് എത്ര പെർസെൻറ്റേജ് ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് പ്രോബ്ലത്തിൽ അവൈലബിൾ ആയിരിക്കും. മനസ്സിലായല്ലോ? നമുക്ക് ഷെഡ്യൂൾസ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇത്രയും കാര്യങ്ങളാണ് റവന്യൂ അക്കൗണ്ടിലുള്ളത്. ഷെഡ്യൂൾസും അതിൻ്റെ ഫോർമാറ്റും, റവന്യൂ അക്കൗണ്ട് ഫോർമാറ്റും പഠിച്ചു വെക്കുക. എന്നിട്ട് പ്രോബ്ലത്തിൽ ഓരോ ആയിട്ടും നമ്മൾ ഇതിലോട്ട് റെക്കോർഡ് ചെയ്യുക. ഫോർമാറ്റ് എന്തായാലും പഠിച്ചിരിക്കണം, അല്ലാണ്ട് ഇൻഷുറൻസ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് ഷെഡ്യൂൾ ഏതാണ്? പ്രീമിയം ആണ് ഫസ്റ്റ് ഷെഡ്യൂൾ റെക്കോർഡ് ചെയ്യുന്നത്. പ്രീമിയം നമ്മൾ ഔട്ട്സൈഡ് ഇന്ത്യയിൽ റിസീവ് ചെയ്തതും സെപ്പറേറ്റ് ഡിസ്ക്ലോസ് ചെയ്യണം. പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റീഇൻഷുറൻസ് പ്രീമിയമാണ്. റീഇൻഷുറൻസ് പ്രീമിയം എന്താണ്? റീഇൻഷുറൻസ് പ്രീമിയം റിസീവ് ചെയ്താലും റീഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്തതും എന്തിൽ കാണിക്കണം? പ്രീമിയം ഷെഡ്യൂളിൽ കാണിക്കണം. അതെന്താണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. പ്രീമിയം ഓൺ ഡയറക്റ്റ് ബിസിനസ് നമ്മൾ റെക്കോർഡ് ചെയ്യും. അതായത് റിന്യൂവൽ പ്രീമിയം, സിംഗിൾ പ്രീമിയം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രീമിയം ഓൺ ഡയറക്റ്റ് ബിസിനസ്. ഇനി റീഇൻഷുറൻസ് പ്രീമിയം ഓൺ ബിസിനസ് സീഡഡ്.
നമ്മൾ പറഞ്ഞപ്പം ഒരു കമ്പനി എടുക്കുകയാണ്. അപ്പം കമ്പനി എ, ഇൻഷുറൻസ് കമ്പനി ബിയുമായിട്ട് റീഇൻഷുറൻസ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. അവർക്ക് ഒരു 50% അവർക്ക് ബിസിനസ് കൊടുക്കുകയാണ്, ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്. അപ്പം ഈ എ എന്ത് ചെയ്യണം, ഈ പോളിസി ഹോൾഡേഴ്സിൻ്റെ പ്രീമിയം എന്ത് ചെയ്യണം, ബിക്ക് പേ ചെയ്യണം. അവർ കൊടുക്കുന്ന ബിസിനസ്സിന്, അവർ ട്രാൻസ്ഫർ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ മുകളിൽ കിട്ടുന്ന പ്രീമിയവും ബിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അത് ബി, അതായത് ആക്സെപ്റ്റഡ് കമ്പനിയെ സംബന്ധിച്ച് അതൊരു ഇൻകമാണ്. ബട്ട് സീഡഡ് കമ്പനീനെ സംബന്ധിച്ചിടത്തോളം അതൊരു എക്സ്പെൻസ് ആണ് അല്ലേ. നമ്മളുടെ പ്രീമിയത്തിൽ നിന്നൊരു പോർഷൻ അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതെന്ത് ചെയ്യണം, നമ്മുടെ പ്രീമിയത്തിൽ നിന്ന് ലെസ് ചെയ്യണം. പ്രീമിയം ഓൺ ഡയറക്റ്റ് ബിസിനസ്സിൽ നിന്ന് എന്ത് ലെസ് ചെയ്യണം, പ്രീമിയം ഓൺ റീഇൻഷുറൻസ് സീഡഡ് ലെസ് ചെയ്യണം. ഇനി നമ്മൾ ബി കമ്പനി നമുക്കൊരു റീഇൻഷുറൻസ് തരികയാണ്. അവരുടെ ബി കമ്പനിയുടെ ഇൻഷുറൻസിൻ്റെ ഒരു ബിസിനസ്സിൻ്റെ പോർഷൻ നമ്മുടെ കമ്പനിക്ക്, എ എന്ന കമ്പനിക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. അങ്ങനെ വരുമ്പോൾ ബി എന്ത് ചെയ്യും, നമ്മളിവിടെ ആക്സെപ്റ്റഡ് കമ്പനിയാണ് ഈ ഇൻഷുറൻസ് കമ്പനി. നമ്മളിപ്പോൾ എയുടെ അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ എ ആക്സെപ്റ്റഡ് കമ്പനിയായി. അപ്പോൾ ബി എന്ത് ചെയ്യും, നമുക്ക് പ്രീമിയം ഇങ്ങോട്ട് പേ ചെയ്യും എക്ക്. അപ്പോൾ അവിടെ എന്താണ്, അത് പ്രീമിയം ഓൺ റീഇൻഷുറൻസ് ആക്സെപ്റ്റഡ് ആണ്. നമ്മളുടെ എക്സിസ്റ്റിംഗ് പ്രീമിയത്തിൻ്റെ കൂടെ നമ്മളത് ആഡ് ചെയ്യണം. മനസ്സിലായല്ലോ. അപ്പോൾ പ്രീമിയം ഓൺ റീഇൻഷുറൻസ് ആക്സെപ്റ്റഡ് ആഡ് ചെയ്യണം, പ്രീമിയം ഓൺ റീഇൻഷുറൻസ് സീഡഡ് ലെസ് ചെയ്യണം. മനസ്സിലായല്ലോ. നമുക്കിനി കംപ്ലീറ്റ് ഒരു ഫോമാറ്റ് നോക്കാം. ഷെഡ്യൂൾ 1ൻ്റെ കംപ്ലീറ്റ് ഫോമാറ്റ്. പ്രീമിയം ഫസ്റ്റ് നമ്മൾ എന്താണ്, പ്രീമിയം റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ ആണ്. പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം നമ്മൾ എന്ത് ചെയ്യണം, ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം എന്ന് പറഞ്ഞാൽ എന്താ, പ്രീമിയം വിച്ച് ഈസ് ഡ്യൂ നോട്ട് റിസീവ്ഡ്. ഡ്യൂ ആയിട്ടുണ്ട് പക്ഷെ റിസീവ് ചെയ്യാത്ത പ്രീമിയംസ് ആണ്. ഈ പ്രീമിയം അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ ഉള്ള പ്രീമിയം നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഇയർ എൻഡിലുള്ള ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം ആഡ് ചെയ്യുന്നു. ബിഗിനിങ്ങിലുള്ള, അതായത് ഈ ഓപ്പണിങ്ങിൽ അറ്റ് ദ ബിഗിനിങ്ങിലുള്ള ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം നമ്മൾ എന്ത് ചെയ്യുന്നു, ലെസ് ചെയ്യുന്നു. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, പ്രീമിയം റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ റെക്കോർഡ് ചെയ്യണം. അതിൻ്റെ കൂടെ ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം അറ്റ് ദ എൻഡ് ആഡ് ചെയ്യണം. റീഇൻഷുറൻസ് പ്രീമിയം ഓൺ ബിസിനസ് ആക്സെപ്റ്റഡ് ഡ്യൂറിങ് ദ ഇയർ ആഡ് ചെയ്യണം. ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം. അപ്പോൾ ബോണസ് ആയിട്ട് പ്രീമിയത്തിന് ഒരു റിഡക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. ഇവിടെ ഗ്രോസ് എമൗണ്ട് ആണ് നമ്മൾ പ്രീമിയത്തിൻ്റെ അക്കൗണ്ടിലോട്ട് എടുക്കുന്നത്. അതുകൊണ്ട് പ്രീമിയത്തിൽ ബോണസിൻ്റെ ഇതിൽ ഒരു റിഡക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിവിടെ ആഡ് ബാക്ക് ചെയ്യണം. പിന്നെ എന്തൊക്കെയാണ് മൈനസ് ചെയ്യേണ്ടത്, ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം അറ്റ് ദ ബിഗിനിങ് മൈനസ് ചെയ്യണം. റീഇൻഷുറൻസ് പ്രീമിയം ഓൺ ബിസിനസ് സീഡഡ്, നമ്മൾ അങ്ങോട്ട് പേ ചെയ്ത റീഇൻഷുറൻസ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റേ കമ്പനിക്ക് പേ ചെയ്ത പ്രീമിയം, അതായത് റീഇൻഷുറൻസ് പ്രീമിയം ഓൺ ബിസിനസ് സീഡഡ് എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ നെറ്റ് പ്രീമിയം ടു ബി ഷോൺഡ് റവന്യൂ അക്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് മനസ്സിലായല്ലോ. ചിലപ്പം ചെറിയ പ്രോബ്ലംസ് പ്രീമിയം ഷെഡ്യൂൾ കാൽക്കുലേറ്റ് ചെയ്യാൻ മാത്രം വന്നേക്കാം. അതുകൊണ്ട് പ്രീമിയത്തിൻ്റെ ഷെഡ്യൂൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പം കംപ്ലീറ്റ് ഒരു പ്രോബ്ലം തരുമ്പോൾ പ്രീമിയം ഷെഡ്യൂളിൽ ഇത്രയും അഡ്ജസ്റ്റ്മെൻറ്റ് വന്നോളുന്നില്ല, പക്ഷെ അത് മനസ്സിലാക്കി വെക്കുക. ചിലപ്പം ചെറിയ പ്രോബ്ലംസ് ചോദിക്കാവുന്നതാണ്. സെക്കൻഡ് ഷെഡ്യൂൾ എന്താണ്, കമ്മീഷനാണ്. കമ്മീഷനിൽ എന്തൊക്കെയാണ് വരുന്നത്, കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് ആക്സെപ്റ്റഡും വരും, സീഡഡും വരും. കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് ആക്സെപ്റ്റഡ് എന്താണ്, ഒരു എക്സ്പെൻസ് ആണ്. നമ്മളൊരു റീഇൻഷുറൻസ് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ കമ്മീഷൻ പേ ചെയ്യാണ്. അപ്പം കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് ആക്സെപ്റ്റഡ് എന്താണ്, എക്സ്പെൻസ് ആണ്. അതെന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് സീഡഡ് എന്താണ്, അതൊരു ഇൻകമാണ്. നമ്മൾ ഏത് കമ്പനിക്കാണോ റീഇൻഷുറൻസ് കൊടുത്തിട്ടുള്ളത് അവർ നമുക്ക് കമ്മീഷൻ പേ ചെയ്യുന്നതാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. മനസ്സിലായല്ലോ. അതിൽ ഇതാണ് കമ്മീഷൻ ഷെഡ്യൂളിൻ്റെ ഫോമാറ്റ്. കമ്മീഷൻ പെയ്ഡ് എത്ര, ഡ്യൂറിങ് ദ ഇയർ എത്രയാണ്, അതിൻ്റെ കൂടെ റീഇൻഷുറൻസ് ആക്സെപ്റ്റഡ് ആഡ് ചെയ്യുക, കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് സീഡഡ് ലെസ് ചെയ്യുക. എന്നിട്ട് നെറ്റ് കമ്മീഷനാണ് നമ്മൾ റവന്യൂ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്.
നെക്സ്റ്റ് ഷെഡ്യൂൾ 3 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് റിലേറ്റഡ് ടു ഇൻഷുറൻസ് ബിസിനസ്. ഇൻഷുറൻസ് ബിസിനസ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെൻസസ് ഏതിലാണ് വരുന്നത്? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഈ ഷെഡ്യൂൾ 3യിലാണ് വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഐറ്റംസ് വരുന്നത് നോക്കാം. എംപ്ലോയി റെമ്യൂണറേഷൻ, വെൽഫെയർ ആൻഡ് ബെനിഫിറ്റ്സ്, travel, conveyance, vehicle running expense, rent, rates and taxes, repairs, printing and stationery, communication expenses, legal and professional charges, medical fees, auditors fees, ഇങ്ങനെയുള്ള എല്ലാ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഏതിൽ വരും? ഷെഡ്യൂൾ 3യിൽ വരും. എന്നിട്ട് അതിൻ്റെ നെറ്റ് എമൗണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റവന്യൂ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഷെഡ്യൂൾ 3യിൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഷെഡ്യൂൾ 4ൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ബെനിഫിറ്റ്സ് പെയ്ഡ് ആണ്. അപ്പം ഇതിലാണ് നമ്മൾ ക്ലെയിംസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത്. ക്ലെയിംസ് എന്താണ് നമ്മൾ പറഞ്ഞു? ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസ് ഹോൾഡർക്ക് പേ ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ക്ലെയിംസ് എന്ന് പറയുന്നത്. അപ്പം ക്ലെയിംസ് 2 തരത്തിലാണ് ലൈഫ് ഇൻഷുറൻസിൽ വരിക. എങ്ങനെയാണ് വരിക? ക്ലെയിംസ് ബൈ ഡെത്തും ക്ലെയിംസ് ബൈ മെച്യൂരിറ്റിയും. പിന്നെ ആനുറ്റി പോളിസീസ് എന്താന്ന് പറഞ്ഞു? ഒരു ലംസം എമൗണ്ട് പേ ചെയ്തിട്ട് അവർക്ക് ആനുവലായിട്ടൊരു പേയ്മെൻറ്റ് കൊടുക്കുന്നതിനാണ്. ഇൻഷുറൻസ് ഹോൾഡർ കയ്യിൽ നിന്ന് ബിഗിനിങ്ങിൽ ഒരു ലംസം എമൗണ്ട് വാങ്ങിയിട്ട് ആനുവലായിട്ട് അവർക്കൊരു ഫിക്സഡ് എമൗണ്ട് പേ ചെയ്യുന്നതിനാണ് ആനുറ്റി പോളിസി എന്ന് പറയുന്നത്. അപ്പം ക്ലെയിംസും ആനുറ്റീസുമാണ് നമ്മൾ ബെനിഫിറ്റ്സ് പെയ്ഡിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഈ ക്ലെയിംസിലും എന്ത് വരും? റീഇൻഷുറൻസ് ആക്സെപ്റ്റഡും വരും, റീഇൻഷുറൻസ് സീഡഡും വരും. അപ്പം അതൊക്കെ ഇതിൽ റെക്കോർഡ് ചെയ്യണം. ഇൻഷുറൻസ് ഡയറക്റ്റ് ക്ലെയിം ആദ്യം റെക്കോർഡ് ചെയ്യുക, പിന്നെ എമൗണ്ട് സീഡഡ് ഇൻ ഇൻഷുറൻസ് റെക്കോർഡ് ചെയ്യുക, എമൗണ്ട് ആക്സെപ്റ്റഡ് ഇൻ റീഇൻഷുറൻസ് റെക്കോർഡ് ചെയ്യുക. അപ്പം ക്ലെയിംസ് ആണ് ബെനിഫിറ്റ്സ് പെയ്ഡിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇതിൻ്റെ നെറ്റ് എമൗണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റവന്യൂ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ഇത് എടുക്കുന്നതെന്നുള്ളത്. ഇതിപ്പോൾ ഷെഡ്യൂൾ നിങ്ങൾ ഫോർമാറ്റ് പഠിച്ചു വെക്കുക. ഷെഡ്യൂൾ ഫോർമാറ്റ് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്കത് ആ പ്രോബ്ലത്തിൽ വരുന്ന ഐറ്റംസ് ഷെഡ്യൂൾസിലോട്ട് ഏതൊക്കെ ഷെഡ്യൂൾസിലാണ് ഏതൊക്കെ ഐറ്റംസ് ആണ് വേണ്ടതെന്ന് മനസ്സിലാവും. ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ്. ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രത്യേകിച്ച് ഷെഡ്യൂൾസ് ഒന്നും വരുന്നില്ല. ഈ ഫോർമാറ്റ് പഠിച്ചു വെക്കുക. ഇതിൽ നമ്മൾ പ്രോബ്ലത്തിൽ വരുന്ന എമൗണ്ട് ഇതിലിട്ട് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. എമൗണ്ട് ട്രാൻസ്ഫർ ടു ദ പോളിസി ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഇത് നമ്മൾ റവന്യൂ അക്കൗണ്ടിൽ നിന്ന് ക്യാരി ഫോർവേഡ് ചെയ്യുന്ന എമൗണ്ടാണ്. എമൗണ്ട് ട്രാൻസ്ഫേർഡ് ഫ്രം ടു ദ പോളിസി ഹോൾഡേഴ്സ് അക്കൗണ്ട്. പിന്നെ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്സ്, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിലുള്ള ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, റെൻറ്റ്, പിന്നെ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇങ്ങനത്തേതൊക്കെയാണ് എ സെക്ഷനിൽ റെക്കോർഡ് ചെയ്യേണ്ടത്. ഇനി എക്സ്പെൻസസിൽ എന്തൊക്കെയാണ് വരുന്നത്? ബാഡ് ഡെബ്റ്റ്സ് റിട്ടേൺ ഓഫ്, പ്രൊവിഷൻ ഫോർ ടാക്സ്, പ്രൊവിഷൻസ് അതർ ദാൻ ടാക്സേഷൻസ്, ഇതൊക്കെയാണ് എന്ത് വരുന്നത്? എക്സ്പെൻസസിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റം. അതായത് ജനറൽ ആയിട്ട് വരുന്ന എക്സ്പെൻസസ് ഇൻകം ആണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഇൻഷുറൻസ് ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തതൊക്കെ നമ്മൾ റവന്യൂ അക്കൗണ്ടിൽ ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ എമൗണ്ട് നമ്മൾ ഇങ്ങോട്ട് റവന്യൂ അക്കൗണ്ടിൻ്റെ ബാലൻസ് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ജനറൽ ആയിട്ട് വരുന്ന എക്സ്പെൻസസും ഇൻകമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പ്രോഫിറ്റ് ഓർ ലോസ് കാൽക്കുലേറ്റ് ചെയ്യുക, അപ്രോപ്രിയേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുക, ബാലൻസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ഇയർ, പിന്നെ ഇൻ്ററിം ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ പ്രപ്പോസ്ഡ് ഫൈനൽ ഡിവിഡൻഡ്, ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ്, ട്രാൻസ്ഫർ ടു റിസർവ്, ഇങ്ങനെ അപ്രോപ്രിയേഷൻസ് നമ്മൾ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടാവും ഏതൊക്കെ എത്ര പെർസെൻറ്റേജ് ആണ് ഇതിലോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, അപ്രോപ്രിയേഷൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അതിനനുസരിച്ച് അപ്രോപ്രിയേഷൻ ചെയ്യുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പൊതുവെ പ്രോബ്ലത്തിൽ നമ്മൾ ചോദിക്കാറില്ല. ബാലൻസ് ഷീറ്റും റവന്യൂ അക്കൗണ്ടാണ് മെയിനായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ക്വസ്റ്റ്യൻസ് വരാറ്. സോ ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെയാണ് ഐറ്റംസ് വരുന്നത് നോക്കാം നമുക്ക്. ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് ഇതാണ്. ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് പഠിച്ചു വെക്കുക. ഈ ഫോർമാറ്റ് വെച്ചിട്ടാണ് നിങ്ങൾ തരുന്ന ഐറ്റംസ്, ട്രയൽ ബാലൻസ് തന്നു കഴിഞ്ഞാൽ അതിലുള്ള ഐറ്റംസ് റെക്കോർഡ് ചെയ്യേണ്ടത്, ഷെഡ്യൂൾസിൽ പ്രിപ്പയർ ചെയ്തിട്ട് ബാലൻസ് ഷീറ്റിലോട്ട് വരേണ്ടത്. ബാലൻസ് ഷീറ്റിൻ്റെ ഷെഡ്യൂൾസ് നമ്മൾ വരുന്ന സ്ലൈഡ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ ലേഔട്ട് കാണിക്കുന്നുണ്ട്.
അപ്പോൾ നിങ്ങൾ ഐറ്റംസ് ഓർത്ത് വെക്കുക, ഇതിൻ്റെ ഓർഡർ ഓർത്ത് വെക്കുക എന്നുള്ളതാണ്. ഫോർമാറ്റ് പഠിച്ചേ പറ്റൂ. ഓക്കെ, നമുക്കപ്പോൾ എന്തൊക്കെ ഐറ്റംസാണ് വരുന്നത് നോക്കാം. 5th ഷെഡ്യൂളാണ് ഈ ഷെയർ ഹോൾഡ് സോഴ്സസ് ഓഫ് ഫണ്ടും അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടും ആണ് നമ്മൾ ഇതിൽ റെക്കോർഡ് ചെയ്യുന്നത്. സോഴ്സസ് ഓഫ് ഫണ്ട്സിൽ എന്തൊക്കെയാണ് വരുന്നത്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ്, അതായത് ഷെയർ ക്യാപിറ്റലാണ് ഫസ്റ്റ് വരിക. ഷെയർ ക്യാപിറ്റലാണ് ഈ 5th ഷെഡ്യൂള്. ഇത് ലേ ഔട്ടിൻ്റെ ഒരു ഡിഫറൻസ് ആണ്. 5th ഷെഡ്യൂളാണ് ഷെയർ ക്യാപിറ്റൽ. നമ്മൾ ഷെഡ്യൂൾസ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്, അതുകൊണ്ട് ഇത് മനസ്സിലാക്കി വെക്കുക. റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ് 6th വരുന്നത്. ഇനി ഇവിടെ നമ്മൾ ഈ 7th ബോറോവിങ്സിൻ്റെ ആണ്, അത് മാറിപ്പോണ്ട. ഇവിടെ നമ്മൾ എന്തെങ്കിലും വാല്യൂയിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ നമ്മളിവിടെ റെക്കോർഡ് ചെയ്യണം. ഇനി ബോറോവിങ്സ് ഏത് ഷെഡ്യൂളാണ്? 7th ഷെഡ്യൂളിൽ കമ്പനി ബോറോ ചെയ്ത എമൗണ്ട് ഒക്കെ ലോങ് ടേം ബോറോവിങ്സും ഷോർട്ട് ടേം ബോറോവിങ്സും ഒക്കെ ഇതിൽ വരും. ഈ ബോറോവിങ്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. ഇനി പോളിസി ഹോൾഡേഴ്സ് ഫണ്ട്, എന്തെങ്കിലും ലൈഫ് ഇൻഷുറൻസ് ഫണ്ട്, അങ്ങനെയുള്ള പോളിസി ഹോൾഡേഴ്സിന് എന്തെങ്കിലും ഫണ്ട് ഉണ്ടെങ്കിൽ ഈ ബോറോവിങ്സ് കഴിഞ്ഞിട്ട് ഇവിടെ റെക്കോർഡ് ചെയ്യണം. ഇതിൽ എന്തെങ്കിലും വാല്യൂ ചേഞ്ച് ഉണ്ടെങ്കിലും റെക്കോർഡ് ചെയ്യണം. പിന്നെ പോളിസി ലയബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ഐറ്റംസ് നിങ്ങൾ കണ്ടിട്ട് എന്താണെന്ന് വിചാരിക്കേണ്ട. ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐറ്റം പോളിസി ലയബിലിറ്റീസ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളിവിടെ റെക്കോർഡ് ചെയ്യുക. ഇൻഷുറൻസ് റിസർവ്, പ്രൊവിഷൻസ് ലിങ്ക്ഡ് ടു ലയബിലിറ്റീസ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊവിഷൻ ഫോർ ടാക്സേഷനൊക്കെ നമ്മളിവിടെ റെക്കോർഡ് ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ സബ് ടോട്ടലാണ് നമ്മൾ ഈ 3 ഐറ്റമിൻ്റെ സബ് ടോട്ടൽ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ കൂടെ ഒരു ഐറ്റം കൂടി ആഡ് ചെയ്യേണ്ട ഏതാണ്? ഫണ്ട്സ് ഫോർ ഫ്യൂച്ചർ അപ്രോപ്രിയേഷൻ. ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മൾ റവന്യൂ അക്കൗണ്ട് പറഞ്ഞപ്പോൾ പറഞ്ഞു, റവന്യൂ അക്കൗണ്ടിലെ സർപ്ലസ് നമ്മൾ അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ എന്ത് ചെയ്യും, പ്രോബ്ലത്തിൽ പറയും 20% ആണ് ഇതിലോട്ട് അപ്രോപ്രിയേറ്റ് ചെയ്യുന്നതെന്ന്. അങ്ങനെ പറയുകയാണെങ്കിൽ ആ 20% ആണ് നമ്മളിവിടെ റെക്കോർഡ് ചെയ്യേണ്ടത്. ഫണ്ട്സ് ഫോർ അപ്രോപ്രിയേഷൻ എവിടെ നിന്നാണ് കിട്ടുന്നത്? റവന്യൂ അക്കൗണ്ടിലുള്ളതാണ് ഫണ്ട്സ് ഫോർ അപ്രോപ്രിയേഷൻ. അതിവിടെ എടുത്തെഴുതണം. ഇതാണ് സോഴ്സസ് ഓഫ് ഫണ്ട്സിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത്. ഇനി അപ്ലിക്കേഷൻ ഫോർ ഫണ്ട്സിൽ എന്തൊക്കെയാണ് വരുന്നത്? ഫസ്റ്റ് ഐറ്റം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് 8th ഷെഡ്യൂളിൽ കൊടുക്കാം. പോളിസി ഹോൾഡേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഷെഡ്യൂൾ 8A. പിന്നെ അസറ്റ്സ് ഹെൽഡ് ടു കവർ ലിങ്ക്ഡ് ലയബിലിറ്റീസ്, അതാണ് 8B. അതായത് നമ്മൾ ഈ പോളിസിയിൽ പ്രീമിയം ഒക്കെ കിട്ടുന്ന എമൗണ്ട് വെച്ചിട്ട് മാർക്കറ്റിലെ ഷെയറിൽ അങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ വരുന്ന ഐറ്റംസിനെയാണ് നമ്മൾ അസറ്റ്സ് ഹെൽഡ് ടു കവർ ലിങ്ക്ഡ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ് നമ്മൾ ഷെഡ്യൂൾ 8B റെക്കോർഡ് ചെയ്യും. പിന്നെ വരുന്നത് ലോൺസ് ആണ്. ഷെഡ്യൂൾ 9 ലോൺസ് വരുന്നത്. ഷെഡ്യൂൾസിൻ്റെ നമ്പർ അടക്കം നമ്മൾ പഠിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾ ലേഔട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നതാണ്. ഇതിൽ ഇത് നിങ്ങൾ മാറിപ്പോയത് ലോണ് 9th ഷെഡ്യൂളാണ്. ഫിക്സഡ് അസറ്റ്സ് ആണ് 10th ഷെഡ്യൂളിൽ വരുന്നത്. ഇനി കറണ്ട് അസറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതെന്നാണ്? 11th ഷെഡ്യൂളിൽ നിന്നാണ്. 11th ഷെഡ്യൂളിൽ എന്താണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്? ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് ആണ് 11th ഷെഡ്യൂളിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഇനി 12th ഷെഡ്യൂളിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അഡ്വാൻസസ് ആൻഡ് അതർ അസറ്റ്സ് ആണ്. 12th ഷെഡ്യൂൾ. അപ്പം 11ഉം 12ഉം എന്താണ്? കറണ്ട് അസറ്റ്സ് റെക്കോർഡ് ചെയ്യുന്ന ഷെഡ്യൂൾസ് ആണ്. ഇനി നമ്മളപ്പോൾ കറണ്ട് അസറ്റ്സിൻ്റെ ടോട്ടൽ നമുക്കിവിടെ കിട്ടും. കറണ്ട് അസറ്റ്സിൻ്റെ ടോട്ടൽ നമുക്ക് A എന്ന് പറയാം. ഇനി കറണ്ട് ലയബിലിറ്റീസ് നമ്മൾ ഏതൊക്കെ ഷെഡ്യൂളിലാണ്? 13 നമ്മൾ കറണ്ട് ലയബിലിറ്റീസ് റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ പ്രൊവിഷൻസ് നമ്മൾ 14 റെക്കോർഡ് ചെയ്യും. ഇത് നമ്മൾ എന്തായിരുന്നു കറണ്ട് ലയബിലിറ്റീസ് ആണ് ഈ 2 ഷെഡ്യൂളിൽ പറയുന്നത്. അതിൻ്റെ ടോട്ടൽ നമ്മൾ എന്ത് പറയുന്നു? ബി എന്ന് ഇവിടെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ബാലൻസ് ഷീറ്റിൽ ഫൈനൽ നമ്മൾ ഏത് എമൗണ്ടാണ് എടുക്കുക? നെറ്റ് കറണ്ട് അസറ്റ്സ് ആണ്. നെറ്റ് കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ആണ് നെറ്റ് കറണ്ട് അസറ്റ്സ്. അപ്പം ഇവിടെ A-B ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് നെറ്റ് കറണ്ട് അസറ്റ്സ് കിട്ടുന്നത്. ആ നെറ്റ് കറണ്ട് അസറ്റ്സിൻ്റെ എമൗണ്ടും ഈ മൂന്ന് ഷെഡ്യൂൾ, അതായത് 8ഉം 9ഉം 10ഉം, 8Aയും B ഒക്കെ ഈ 8ൽ വരും. 8ഉം 9ഉം 10ഉം ഈ നെറ്റ് കറണ്ട് അസറ്റ്സും ഇതും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പിന്നെ മിസലേനിയസ് എക്സ്പെൻഡിച്ചേഴ്സ് ഷെഡ്യൂളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് 15 ഷെഡ്യൂളിൽ റെക്കോർഡ് ചെയ്യുക. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മളതും ഇവിടെ റെക്കോർഡ് ചെയ്യും. ഇതിൻ്റെ ടോട്ടലാണ് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്സിൽ വരിക. അപ്പോൾ അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്സും സോഴ്സസ് ഓഫ് ഫണ്ട്സും ടാലി ആവണം. ഈ 2 ടോട്ടലും
ടാലി ആവണം. ഇതാണ് ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ്. മനസ്സിലായല്ലോ? ഫോർമാറ്റ് പഠിച്ചു വെക്കുക. നമ്മൾ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫോർമാറ്റ് ഒന്നുകൂടി തറാവും. പിന്നെ ഒരുപാട് ഐറ്റംസ് ഒന്നും പ്രോബ്ലത്തിൽ വരില്ല. ഈ ഐറ്റംസ് തന്നെയാണ് നിങ്ങൾക്ക് തരിക, ഈ പേരിൽ തന്നെയാണ് തരിക. അപ്പം ഇത് ഫോർമാറ്റ് പഠിച്ചു വെക്കുക. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം നോക്കാം. നമുക്ക് ഓരോ ഷെഡ്യൂളും നോക്കാം. ഷെഡ്യൂൾ 5 ഷെയർ ക്യാപിറ്റൽ. നമ്മൾ ആദ്യത്തെ 4 ഷെഡ്യൂൾ നമ്മൾ ഓൾറെഡി പഠിച്ചു. പ്രീമിയം, കമ്മീഷനും, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും, ബെനിഫിറ്റ്സ് പെയ്ഡ്. അത് നമ്മൾ ഓൾറെഡി നോക്കി റവന്യൂ അക്കൗണ്ട്. ഇനി ഷെയർ ക്യാപിറ്റൽ ഏതൊക്കെ ബാലൻസ് ഷീറ്റിൽ വരുന്ന ഷെഡ്യൂൾസ് ആണ് നമ്മൾ നോക്കുന്നത്. ഷെയർ ക്യാപിറ്റൽ എന്തൊക്കെയാണ് വരുന്നത്? ഞാൻ പറഞ്ഞു, ഷെയർ ക്യാപിറ്റലിൻ്റെ എല്ലാ ക്ലാസിഫിക്കേഷനും നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഓതറൈസ്ഡ് ക്യാപിറ്റൽ, ഇഷ്യൂഡ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, ഹോൾഡ് അപ്പ് ക്യാപിറ്റൽ, ഏതൊക്കെയാണോ തന്നത് അതൊക്കെ ഷെഡ്യൂള് 5ൽ റെക്കോർഡ് ചെയ്യാം. നെക്സ്റ്റ് ഏതാണ്? റിസർവ്സ് ആൻഡ് സർപ്ലസ്. എന്തെങ്കിലും റിസർവ്സ് ആൻഡ് സർപ്ലസ് പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷെഡ്യൂൾ 6ലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. അതിൻ്റെ നെറ്റ് എമൗണ്ട് നമ്മൾ ഷെഡ്യൂൾ 6ൽ കാൽക്കുലേറ്റ് ചെയ്യും. ഇതിൽ ക്യാപിറ്റൽ റിസർവ്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, ഷെയർ പ്രീമിയം, റീവാലുവേഷൻ റിസർവ്, ജനറൽ റിസർവ്, ഇങ്ങനെയുള്ള എല്ലാ റിസർവും നമ്മൾ ഇതിൽ റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ റിസർവ്സിലോട്ട് എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും റെക്കോർഡ് ചെയ്തിട്ട് ഇതിൻ്റെ ടോട്ടലാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഇനി ഷെഡ്യൂൾ 7ൽ ബോറോവിങ്സ് ആണ്. ബോറോവിങ്സിൽ എന്തൊക്കെ വരും? ഡിബഞ്ചേഴ്സ്, ബോൺസ്, ബാങ്ക്സ്, ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ള ബോറോവിങ്സ്. ഇതൊക്കെ ഇതിൽ റെക്കോർഡ് ചെയ്യണം. ബോറോവിങ്സ് 7th ഷെഡ്യൂളിൽ റെക്കോർഡ് ചെയ്യണം. ഇനി നെക്സ്റ്റ് നമ്മൾ അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്സിലെ ഷെഡ്യൂൾസ് ആണ്. അതിൽ ഫസ്റ്റ് വരുന്ന ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് റെക്കോർഡ് ചെയ്യണം ആദ്യം. പിന്നെ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ് റെക്കോർഡ് ചെയ്യണം. ലോങ് ടേമിലും ഷോർട്ട് ടേംസിലും ഒരേ ഐറ്റംസ് വരും. പക്ഷെ അത് ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ എന്നുള്ളത് നോക്കിയിട്ട് ആ ഓർഡറിൽ തന്നെ ചെയ്തിട്ട് അതിൻ്റെ നെറ്റ് എമൗണ്ടാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്, ബാലൻസ് ഷീറ്റിലോട്ട് എടുത്തെഴുതുന്നത്. ഇതാണ് ഷെയർ ഹോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ഇതിലൊക്കെ ഐറ്റംസ് ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. കാരണം ഈ ഐറ്റംസ് പ്രോബ്ലംസിൽ വന്നു കഴിഞ്ഞാൽ എവിടെയാണ് റെക്കോർഡ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവണം. അപ്പോൾ ഐറ്റംസ് ഓർത്ത് വെക്കുക. അത് പഠിച്ച് വെക്കുക മാത്രമേ ഇതിന് നമുക്ക് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ഇൻഷുറൻസ് കമ്പനീസ് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് ഈ ഫോർമാറ്റ് പഠിച്ചേ പറ്റുള്ളൂ. അപ്പം ഓരോ ഷെഡ്യൂൾസിൽ ഏതൊക്കെ ഐറ്റംസ് ആണ് വരുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ ഷെഡ്യൂൾ 8A പോളിസി ഹോൾഡേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ സെയിം ഐറ്റംസ് ആയിരിക്കും, പക്ഷേ പോളിസി ഹോൾഡേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണോ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണോ എന്ന് സെപ്പറേറ്റ് പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ടാവും. അത് വെച്ച് നിങ്ങൾ ഷെഡ്യൂൾസ് പ്രിപ്പയർ ചെയ്യുക. ഇനി 8B അസറ്റ്സ് ഹെൽഡ് ടു കവർ ലിങ്ക്ഡ് ലയബിലിറ്റീസ്. അതും സ്പെസിഫിക് ക്ലാസിഫിക്കേഷൻസ് പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെഡ്യൂൾ 8B കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ നെറ്റ് എമൗണ്ട് ഇതിലെഴുതുക, ബാലൻസ് ഷീറ്റിലോട്ട് എടുത്തെഴുതുക. ഇനി ഷെഡ്യൂൾ 9 ലോൺസ് ആണ്. ലോൺസിൽ ഏതൊക്കെയാണ് വരുന്നത്? മോർഗേജസ് വരും, ഷെയർസ് ആൻഡ് ബോൺസ് വരും, ലോൺസ് എഗെയിൻസ്റ്റ് പോളിസീസ്, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ലോൺ ബോറോവർ, അതായത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് എന്നുള്ള ബോറോവിങ്സ്. ഇങ്ങനെ ഓരോ ഓർഡറിലാണ് ഇതൊക്കെ റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഷെഡ്യൂൾ 9 ലോൺസ് ആണ് വരുന്നത്. ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഒന്നും നിങ്ങൾക്ക് പ്രോബ്ലത്തിൽ തരൂല. പക്ഷെ ലോൺസ് എന്ന് മാത്രമായിട്ട് പറഞ്ഞാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ലോൺസ് എന്നുള്ള ഐറ്റം മാത്രം എടുത്ത് എഴുതിയാൽ മതി. ഫിക്സഡ് അസറ്റ്സ് ഷെഡ്യൂൾ കണ്ടിട്ട് നിങ്ങൾ ഇത് ഒരുപാടുണ്ടെന്ന് തോന്നണ്ട. നിങ്ങൾക്ക് തന്ന ഇത്രയും അസറ്റ്സ് ഒന്നും നിങ്ങൾക്ക് പ്രോബ്ലത്തിൽ തരില്ല. തന്ന അസറ്റ്സിൻ്റെ അതിൻ്റെ ഓപ്പണിംഗ് വാല്യൂം അതിൻ്റെ ക്ലോസിംഗ് വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ മാത്രം ഇങ്ങനൊരു ഇത് ചെയ്താൽ മതി. ഇല്ല ട്രയൽ ബാലൻസിൽ ഒരൊറ്റ എമൗണ്ട് ആണ് തന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് അത് ബാലൻസ് ഷീറ്റിലോട്ട് എടുത്ത് എഴുതാം. പക്ഷെ അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ ആ ഡിപ്രീസിയേഷനും കാര്യങ്ങളും തന്നിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഒരു ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ നെറ്റ് എമൗണ്ടാണ് നിങ്ങൾ ബാലൻസ് ഷീറ്റിലോട്ട് എടുത്തെഴുതേണ്ടത്. പിന്നെ നെക്സ്റ്റ് ഷെഡ്യൂൾ വരുന്നത് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് ആണ്. കറണ്ട് അസറ്റ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഷെഡ്യൂളിലാണ്. ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് ആണ് ഇതിൽ റെക്കോർഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്ന അഡ്വാൻസസ് ആൻഡ് അതർ അസറ്റ്സ് ആണ്. അതർ കറണ്ട് അസറ്റ്സ്, അതായത് ഷോർട്ട് ടേം ലോൺസ് അഡ്വാൻസസ് ഒക്കെ ഇതിൽ വരും. ഈ ഷെഡ്യൂൾ നമ്പർ 12 വരും. അഡ്വാൻസസ്, റിസർവ്സ് ഡെപ്പോസിറ്റ് വിത്ത് സീഡിങ് കമ്പനീസ്, അപ്ലിക്കേഷൻ മണി ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഇങ്ങനെയുള്ള ചെറിയ അഡ്വാൻസസ്, ഷോർട്ട് ടേം അഡ്വാൻസസ് ഒക്കെ ഇതിൽ വരും. ഈ ഷെഡ്യൂൾ നമ്പർ 12 വരും.
അത് നിങ്ങൾക്ക് പ്രോബ്ലത്തിൽ അഡ്വാൻസസ് എന്നുള്ള രീതിയിൽ തന്നെ തന്നിട്ടുണ്ടാവും. അത് ഷെഡ്യൂൾ 12 അതിൻ്റെ നെറ്റ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്ത് നെറ്റ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇതിലോട്ട് ബാലൻസ് ഷീറ്റിലോട്ട് നെറ്റ് എമൗണ്ട് എടുത്തെഴുതാൻ. ഷെഡ്യൂൾ 13 കറണ്ട് ലയബിലിറ്റീസ്, ഷെഡ്യൂൾ 14 പ്രൊവിഷൻസ്, ഷെഡ്യൂൾ 15 മിസലേനിയസ് എക്സ്പെൻഡിച്ചേഴ്സ്. ഇതിലുള്ള ഐറ്റംസ് ഓർത്ത് വെക്കുക. ഇതിൽ ഇത്രയും ഐറ്റംസ് ഒന്നും നിങ്ങൾക്ക് പ്രോബ്ലത്തിൽ ഉണ്ടാവില്ല. പക്ഷെ ഏതൊക്കെ ഷെഡ്യൂൾസിലാണ് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇതിൽ നമുക്ക് ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ ഓരോ ഐറ്റംസും ഏത് ഷെഡ്യൂൾസിലാണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം നിങ്ങൾക്ക് ലാസ്റ്റ് പ്രോബ്ലം ചെയ്യുമ്പം അത് എടുത്തെഴുതാനും അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വിട്ടു പോകാണ്ടിരിക്കാനും പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഫസ്റ്റ് ഐറ്റം നോക്കുക. ഫസ്റ്റ് ഐറ്റം ഏത് ഷെഡ്യൂളിലോട്ടാണ് പോണത്? ബെനിഫിറ്റ്സ് പെയ്ഡ് ഷെഡ്യൂൾ 4 അല്ലേ. അതുപോലെ ആൻറ്റീസും ഷെഡ്യൂൾ 4 പോകും. പിന്നെ ഫർണിച്ചർ ഫിക്സഡ് അസറ്റിൻ്റെ ഷെഡ്യൂൾ 10 പോകും. ഇങ്ങനെ ഓരോ ഐറ്റംസും പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി 77 ഏതിലോട്ടാണ് പോണത്? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഷെഡ്യൂൾ 3 ക്യാഷ് വിത്ത് ബാങ്ക് ഓൺ കറണ്ട് അക്കൗണ്ട് ഇതാണ് ഷെഡ്യൂൾ 11 ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്. അപ്പം ഇങ്ങനെ എല്ലാ ഐറ്റംസും നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ആദ്യം 4 ഷെഡ്യൂളാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. റവന്യൂ അക്കൗണ്ടിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രിപ്പറേഷൻ്റെ കൂടെ ഓരോ ഐറ്റംസും അനലൈസ് ചെയ്തിട്ട് പോവാം. ഓക്കെ, അപ്പോൾ പ്രീമിയമാണ് നമ്മൾ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫസ്റ്റ് ഷെഡ്യൂൾ പ്രീമിയമാണ്. അതിൽ റവന്യൂ അക്കൗണ്ടിൽ ഫസ്റ്റ് ഐറ്റം എന്താണ്? പ്രീമിയം ആൻഡ് നെറ്റ്. അപ്പോൾ നമ്മൾ പ്രീമിയം ഷെഡ്യൂളിൽ എന്തൊക്കെ ഐറ്റംസാണ് ഇവിടെ വരുന്നത്? ട്രയൽ ബാലൻസിൽ പ്രീമിയം നമുക്ക് 15,000 തന്നിട്ടുണ്ട്. അപ്പം അതിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്തെങ്കിലും ഉണ്ടോ? അഡ്ജസ്റ്റ്മെൻറ്റിൽ ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം ഉണ്ട്. ആ ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം നമ്മൾ ഇവിടെ ആഡ് ചെയ്യണം. നമ്മൾ പ്രീമിയത്തിൻ്റെ ഷെഡ്യൂൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചപ്പോൾ പറഞ്ഞു ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ ആഡ് ചെയ്യണം, ബിഗിനിങ് ഓഫ് ദി ഇയർ ലെസ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു. ഇവിടെ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പം നമ്മൾ അതിനെ ആഡ് ചെയ്യുന്നതാണ്. അപ്പം എത്രയാണ് വരുന്നത്? ടോട്ടൽ എമൗണ്ട് 17,028 അല്ലേ. ഇത് ഇൻ ലാക്സിലാണ്. അപ്പോൾ നമ്മൾ ഈ പ്രീമിയം ഏൺഡ് നെറ്റിന് നമ്മൾ ഷെഡ്യൂളിൽ കിട്ടിയ പ്രീമിയം ഏൺഡ് നെറ്റ് നമ്മൾ റവന്യൂ അക്കൗണ്ടിലോട്ട് ഇവിടെ എടുത്തെഴുതാണ്. ഇനി റവന്യൂ അക്കൗണ്ടിൽ സെക്കൻഡ് ഐറ്റം എന്താണ്? ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റും അതർ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് ട്രയൽ ബാലൻസിൽ ഇൻട്രസ്റ്റ്, ഡിവിഡൻസ് ആൻഡ് റെൻറ്റ് തന്നിട്ടുണ്ട്. അത് എത്രയാണ് എമൗണ്ട്? 1,800 ആണ് അല്ലേ. പക്ഷെ അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്കൊരു അഡീഷനും കൂടി തന്നിട്ടുണ്ട്. അതാണ് നമ്മളിവിടെ ഗ്രോസ് എമൗണ്ട് എഴുതിയിട്ടുള്ളത് 2,180 എന്ന് നമ്മൾ എഴുതിയിട്ടുള്ളത് അഡ്ജസ്റ്റ്മെൻറ്റിലെ അഡീഷൻസ് കൂടി ആഡ് ചെയ്തിട്ടാണ്. ഇനി അതർ ഇൻകംസ് എന്തൊക്കെയാണ് ട്രയൽ ബാലൻസിലുള്ളത്? കൺസിഡറേഷൻ ഫോർ ആനിറ്റീസ് ഗ്രാൻഡഡ് ഉണ്ട്, രജിസ്ട്രേഷൻ ആൻഡ് അതർ ഫീസ് ഉണ്ട്. കണ്ടില്ലേ? അപ്പം ഈ ഐറ്റംസും കൂടെ നമ്മൾ എന്തിൽ റെക്കോർഡ് ചെയ്യണം? റവന്യൂ അക്കൗണ്ടിൽ അതർ ഇൻകംസ് ആയിട്ട് റവന്യൂ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യും. ഇനി നമുക്ക് റവന്യൂ അക്കൗണ്ടിൽ നെക്സ്റ്റ് ഐറ്റം വരുന്നതാണ് കമ്മീഷനാണ്. കമ്മീഷൻ്റെ എമൗണ്ട് ആണ് ഈ 315. അത് ഇത് ഷെഡ്യൂൾ നമ്പറാണ്. അത് അലൈൻമെൻറ്റിൻ്റെ ഡിഫറൻസ് ആണ്. ഇവിടെയാണ് 2 വരേണ്ടത്, ഇവിടെ 315 ആണ് വരേണ്ടത്. അപ്പം കമ്മീഷൻ ഷെഡ്യൂൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണം നോക്കാം നമുക്ക്. കമ്മീഷൻ ഷെഡ്യൂളിൽ എന്തൊക്കെയാണുള്ളത്? ട്രയൽ ബാലൻസിലുള്ള കമ്മീഷൻ എക്സ്പെൻസസ് 250 നമ്മൾ എടുത്തെഴുതിയിട്ടുണ്ട്. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് ആക്സെപ്റ്റഡ് തന്നിട്ടുണ്ട്. അതും കൂടെ ആഡ് ചെയ്തിട്ട് 315 ആണ് നമുക്ക് കിട്ടുന്നത്. അത് നമ്മളിവിടെ റെക്കോർഡ് ചെയ്യാണ്. ഇനി നെക്സ്റ്റ് ഷെഡ്യൂൾ ഏതാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. തേർഡ് ഷെഡ്യൂൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് ട്രയൽ ബാലൻസ് ഉള്ളത്? എക്സ്പെൻസസ് ഓഫ് മാനേജ്മെൻറ്റ് പെയ്ഡ് ഉണ്ട് 3,100. അതിൻ്റെ കൂടെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുള്ള ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് 60 അതുകൂടെ ആഡ് ചെയ്യണം.
എന്നിട്ട് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ഒരു ഐറ്റം കൂടി തന്നിട്ടുണ്ട് ഇല്ലേ, പ്രീപെയ്ഡ് എക്സ്പെൻസ് തന്നിട്ടുണ്ട്. ഈ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യുന്ന എക്സ്പെൻസ്. അപ്പം നമ്മൾ ഓൾറെഡി പേ ചെയ്ത് കഴിഞ്ഞ എക്സ്പെൻസ്, ഈ വർഷം വരേണ്ട എക്സ്പെൻസസ് നമ്മൾ പ്രീപെയ്ഡ് ആയിട്ട് പേ ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം ഈ എക്സ്പെൻസസ് എന്ന്. അപ്പം ഇവിടെ ലെസ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് 15 ഉണ്ട്. എത്രയാണ് എമൗണ്ട് വരുന്നത്, 3145. ഇനി എന്തൊക്കെ എക്സ്പെൻസസ് ആണ് ആഡ് ചെയ്യാനുള്ളത്, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി തന്നിട്ടുണ്ട് ട്രയൽ ബാലൻസിൽ 77, ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിൽ നമ്മൾ എഴുതുന്നതാണ്. അപ്പം ബിൽഡിങ്ങിൻ്റെ ഡിപ്രീസിയേഷൻ 45ഉം ഫർണിച്ചറിൻ്റെ ഡിപ്രീസിയേഷൻ 15 തന്നിട്ടുണ്ട്, 15 ലാഖും തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയാണ് വരുന്നത്, 3282. അത് നമ്മൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് റിലേറ്റഡ് ടു ഇൻഷുറൻസ് ബിസിനസ്സിൽ നിന്ന് നമ്മൾ ഈ ഐറ്റത്തിൽ നമ്മൾ എവിടെ എടുത്തെഴുതും, റവന്യൂ അക്കൗണ്ടിൽ എഴുതും. ഇനി വരുന്നൊരു ഐറ്റം എന്താണ്, പ്രൊവിഷൻ ഫോർ ടാക്സ് ആണ്. റവന്യൂ അക്കൗണ്ടിൽ പ്രൊവിഷൻ നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ് 760. പ്രൊവിഷൻ ഫോർ ടാക്സും കൂടെ നമ്മളിവിടെ എടുത്തെഴുതണം. അത് ഷെഡ്യൂളിൽ വരുന്നതല്ല, നമ്മൾ സെപ്പറേറ്റ് പ്രൊവിഷൻ ഇവിടെ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടോട്ടൽ ബി സെക്ഷൻ്റെ സബ് ടോട്ടൽ നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. എത്രയാണ്, 4357. ഇനി നമുക്ക് ഏത് ഷെഡ്യൂളാണ് പ്രിപ്പയർ ചെയ്യാനുള്ളത്, ബെനിഫിറ്റ്സ് പെയ്ഡ് ആണ്. ബെനിഫിറ്റ്സ് പെയ്ഡിൽ എന്തൊക്കെയാണ് വരുന്നത്, ക്ലെയിംസ് വരും, ആന്വിറ്റി വരും, സറണ്ടേഴ്സ് വരും അല്ലേ. അപ്പോൾ നമുക്ക് ഷെഡ്യൂൾ 4 എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. അതിൽ എന്തൊക്കെയാണ്, നമ്മൾ ട്രയൽ ബാലൻസിലെ ഫസ്റ്റ് ഐറ്റം തന്നെ പറഞ്ഞു, ക്ലെയിംസ് ബൈ ഡെത്തും ക്ലെയിംസ് ബൈ മെച്യൂരിറ്റി ഉണ്ട്. ക്ലെയിംസ് ബൈ ഡെത്തിൽ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയറും ഔട്ട്സ്റ്റാൻഡിങ് ഇൻ ദ ബിഗിനിങ്ങും നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിവിടെ അഡ്ജസ്റ്റ് ചെയ്യണം. ക്ലെയിംസ് ബൈ ഡെത്ത് 2200 ആണ് തന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ നമ്മൾ 600 ആഡ് ചെയ്യുന്നു. എന്താ ഔട്ട്സ്റ്റാൻഡിങ് ഇൻ ദ ബിഗിനിങ് നമ്മൾ ലെസ് ചെയ്യുന്നു. അപ്പം നമുക്ക് എത്ര എമൗണ്ട് വരുന്നത്, 900 ആണ് വരുന്നത്. ഇനി നമുക്ക് ഇത് 900 ക്ലെയിംസ് ബൈ ഡെത്ത് നമുക്ക് കിട്ടി. ഇനി ക്ലെയിംസ് ബൈ മെച്യൂരിറ്റി പെയ്ഡ് എത്രയാണ്, 1500 നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ ആഡ് ചെയ്യണം ആൻഡ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻ ദ ബിഗിനിങ് നമ്മൾ ലെസ് ചെയ്യണം. അപ്പോൾ എത്രയാണ്, 600. ഇനി ആനിറ്റീസ് തന്നിട്ടുണ്ട് ട്രയൽ ബാലൻസിൽ, സറണ്ടേഴ്സ് തന്നിട്ടുണ്ട്. അപ്പം ഇത് ആഡ് ചെയ്താൽ ഈ എമൗണ്ടൊക്കെ നമ്മളിങ്ങോട്ട് ഈ ഇന്നർ കോളത്തിൽ ചെയ്തതിൻ്റെ ആക്ച്വൽ എമൗണ്ടൊക്കെ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആഡ് ചെയ്ത് നമുക്ക് എത്രയാണ് കിട്ടുന്നത്, 3246. ഈ മൊത്തം ബെനിഫിറ്റ്സ് പെയ്ഡാണ് നമ്മൾ ഇതിലോട്ട് റെക്കോർഡ് ചെയ്യുന്നത്. റവന്യൂ അക്കൗണ്ടിൽ ബെനിഫിറ്റ്സ് പെയ്ഡ് 4th ഷെഡ്യൂളിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് 3246. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, സർപ്ലസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളിപ്പോൾ ബിയുടെയും സിയുടെയും സബ് ടോട്ടൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ, 3246. സിയിൽ ബെനിഫിറ്റ്സ് പെയ്ഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ സർപ്ലസോ ഡെഫിസിറ്റ് ആണെന്ന് അറിയാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഈ എ സെക്ഷൻ എ മൈനസ് ബി മൈനസ് സി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എ മൈനസ് ബി മൈനസ് സി ചെയ്താൽ എത്രയാണ് വരുന്നത്, 11,609. ഇതിൽ നമുക്ക് അപ്രോപ്രിയേഷൻസ് വേറെ സെപ്പറേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ബാലൻസ് ബീയിങ് ഫണ്ട്സ് ഫോർ ഫ്യൂച്ചർ അപ്രോപ്രിയേഷൻ, ഇത് നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും, ബാലൻസ് ഷീറ്റിലോട്ട്. ഈ ബാലൻസ് ബീയിങ് ഫണ്ട്സ് ഫോർ ഫ്യൂച്ചർ അപ്രോപ്രിയേഷൻ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. അതാണ് 11,609. ഇത് മനസ്സിലായല്ലോ. റവന്യൂ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തതെന്ന് ഫോമാറ്റ് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഐറ്റംസ് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും റവന്യൂ അക്കൗണ്ടിലോട്ട് എന്തൊക്കെയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്നുള്ളത്. അതുകൊണ്ട് ഫോർമാറ്റ് തറവാക്കുക. ഷെഡ്യൂൾസിലുള്ള ഐറ്റംസ് നമ്മൾ ഒരുപാട് ഐറ്റംസ് വെച്ചുള്ള എക്സാമ്പിളാണ് ഷെഡ്യൂളിൻ്റെ ലേ ഔട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഐറ്റംസ് ഏതൊക്കെയാണ് വരുന്നതെന്ന് പഠിച്ചു വെക്കുക. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ ആഡ് ചെയ്യണം, അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ ലെസ് ചെയ്യണം. മനസ്സിലായല്ലോ. ഇനി പ്രീമിയം ഓൺ റീഇൻഷുറൻസ് ആക്സെപ്റ്റഡ് ആണെങ്കിൽ ആഡ് ചെയ്യണം, സീഡഡ് ആണെങ്കിൽ ലെസ് ചെയ്യണം. ആക്സെപ്റ്റഡ് എന്താണ്, എക്സ്പെൻസസും, സീഡഡ് ഇൻകം ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷനിലോട്ട് നോക്കാം. ഏതൊക്കെ ഷെഡ്യൂൾസ് ആണ് എങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളതെന്ന്.
ഇപ്പോൾ ഷെഡ്യൂൾ 5 തൊട്ടാണ് എന്തിൽ ബാലൻസ് ഷീറ്റിൽ വരുന്നത്. ഇപ്പോൾ ഷെഡ്യൂൾ 5 ഏതാണ്? ഷെയർ ക്യാപിറ്റൽ വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ഷെയർ ക്യാപിറ്റൽ 10,000 എന്നാണ് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് നമ്മൾ ഷെഡ്യൂൾ 5 എഴുതി. റിസർവ്സ് ആൻഡ് സർപ്ലസിൽ നമുക്ക് വേറെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. 150 കണ്ടിൻജൻസി റിസർവ് ആയിട്ട് വരുന്നു. ഷെഡ്യൂൾ 7 പ്രീമിയം ഡെപ്പോസിറ്റ്സ് തന്നിട്ടുണ്ട്, സൺഡ്രി ഡെപ്പോസിറ്റ്സ് തന്നിട്ടുണ്ട്, അത് ബോറോവിങ്സിൽ വരും. ഷെഡ്യൂൾ 8 സൺഡ്രി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇതിൽ തന്നിട്ടുണ്ട്. ട്രയൽ ബാലൻസ് ഇതൊക്കെ ട്രയൽ ബാലൻസിൽ തന്ന ഐറ്റംസ് ആണ്. അപ്പോൾ ട്രയൽ ബാലൻസിൽ തന്ന ഐറ്റംസ് ഏതൊക്കെ ഷെഡ്യൂൾസിലാണ് പോകേണ്ടതെന്ന് നിങ്ങൾ ആദ്യം അവിടെ റെക്കോർഡ് ചെയ്ത് വെക്കുക. നിങ്ങൾ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ തന്നെ ഓരോ എൻട്രീൻ്റെ നേരെ ഇതേത് ഷെഡ്യൂളിലോട്ട് പോകുന്നു എന്നുള്ളത് റെക്കോർഡ് ചെയ്യുക. അപ്പോൾ സൺഡ്രി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഏതിലാണ്? ഷെഡ്യൂൾ 8 ഇൻവെസ്റ്റ്മെൻറ്റ്സിലാണ് വരുന്നത്. ഷെഡ്യൂൾ 8 A, B എന്നൊക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് ക്ലാസിഫിക്കേഷൻസ് തന്നിട്ടില്ല. അപ്പം നോർമലി അങ്ങനെ സിമ്പിളായിട്ടുള്ള ഐറ്റംസ് ആണ് വരാറ്. അപ്പം നിങ്ങൾ പഠിച്ചു വെക്കുക. എന്നാലും ഐറ്റംസ് 8Aൻ്റെയും 8Bൻ്റെയും ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഷെഡ്യൂൾ 9 ലോൺസ് തന്നിട്ടുണ്ട്, ലോൺ അഗെയിൻസ്റ്റ് പോളിസീസ് തന്നിട്ടുണ്ട് ലോൺസിൽ. അപ്പം അത് ഷെഡ്യൂൾ 9 അതിൻ്റെ ടോട്ടൽ നമ്മൾ 3,400 നമ്മൾ ബാലൻസ് ഷീറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഇനി ഷെഡ്യൂൾ 10 നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇത് വരുന്നത്, ഡിപ്രീസിയേഷനും ഫിക്സഡ് അസറ്റ് റിലേറ്റഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുന്നത്. അത് ശ്രദ്ധിക്കുക. ബിൽഡിംഗ് അറ്റ് കോസ്റ്റ് നമുക്ക് ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ട്. അഡീഷൻസ് ഡ്യൂറിങ് ദ ഇയർ അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട്. അത് ആഡ് ചെയ്യുക, ലെസ് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുക. ഡിപ്രിസിയേഷൻ തന്നിട്ടുണ്ട്. ഫർണിച്ചർ ആൻഡ് ഓഫീസ് അതുപോലെ തന്നെ അടുത്തത് ഇപ്പം ഫിക്സഡ് എഫക്റ്റ് ബിൽഡിംഗ് ആൻഡ് കോസ്റ്റ് ചെയ്ത പോലെ തന്നെ നമ്മൾ ഫർണിച്ചറിൻ്റെയും ചെയ്യുക. ഫർണിച്ചർ ആൻഡ് ഓഫീസ് എക്യുപ്മെൻറ്റ് കോസ്റ്റ് തന്നിട്ടുണ്ട്, അതിൻ്റെ അഡീഷൻസും തന്നിട്ടുണ്ട്, പിന്നെ അതിൻ്റെ ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്യുക. ഈ രണ്ട് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ രണ്ട് എമൗണ്ടും ആഡ് ചെയ്തതാണ് ഫിക്സഡ് അസറ്റിൽ നമ്മൾ ബാലൻസ് ഷീറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് 5,250. ഇനി ഷെഡ്യൂൾ 11 ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് കറണ്ട് അസറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഷെഡ്യൂളാണ് ഷെഡ്യൂൾ 11. ഇതിൽ ഓർഡർ മാറരുത്. നിങ്ങൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴാണെങ്കിലും ആ ഓർഡറിലാണ് ചെയ്യേണ്ടത്. ഫിക്സഡ് അസറ്റ്സ് റിപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് കറണ്ട് അസറ്റ്സ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക. ഇനി ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് നമ്മൾ ക്യാഷ് ഇതിൽ തന്നിട്ടുണ്ട്. പിന്നെ ബാങ്ക് ബാലൻസ് ഓൺ കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഐറ്റം നമ്മൾ ട്രയൽ ബാലൻസിലുണ്ട്. അപ്പോൾ ഇത് ആഡ് ചെയ്താൽ നമുക്ക് ഷെഡ്യൂൾ 11 ടോട്ടൽ എമൗണ്ട് കിട്ടും. സോ നമ്മൾ ഇനി നോക്കുന്നത് നെക്സ്റ്റ് ഷെഡ്യൂൾ ഏതാണ്? ഷെഡ്യൂൾ 12 അഡ്വാൻസസ് ആൻഡ് അതർ അസറ്റ്സ്. എന്തൊക്കെയാണ് അഡ്വാൻസസിൽ നമ്മൾ എടുത്ത് എഴുതിയിട്ടുള്ളത്? പ്രീപെയ്ഡ് എക്സ്പെൻസസ് അഡ്വാൻസസിലാണ് വരിക. നമ്മൾ ബാലൻസ് ഷീറ്റ് പഠിച്ചിട്ടുണ്ട്. പ്രീപെയ്ഡ് എക്സ്പെൻസസ് നമ്മൾ അഡ്വാൻസസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. പിന്നെ ഇൻട്രസ്റ്റ്, ഡിവിഡൻസ് ആൻഡ് റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് നിങ്ങൾ ശ്രദ്ധിക്കുക. അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇപ്പം ഞാൻ പറഞ്ഞു, അഡ്ജസ്റ്റ്മെൻറ്റിൽ വരുന്ന എമൗണ്ട് നമ്മൾ 2 വട്ടം റെക്കോർഡ് ചെയ്യും. ഇപ്പോൾ നമ്മൾ റവന്യൂ അക്കൗണ്ടിൽ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുമ്പം അഡ്ജസ്റ്റ്മെൻറ്റിൽ എടുത്ത ഔട്ട്സ്റ്റാൻഡിങ് ഒക്കെ നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പം ഷെഡ്യൂൾ ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ്, ഡിവിഡൻറ്റ്, റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് ഇവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഇൻട്രസ്റ്റ്, ഡിവിഡൻസ്, റെൻറ്റ് അക്രൂഡ്, അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ്, ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം മാത്രമാണ് എടുക്കുന്നത്. ശ്രദ്ധിക്കുക, ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം എമൗണ്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്ന എമൗണ്ട് മാത്രമാണ് കേട്ടോ. ഏജൻറ്റ്സ് ബാലൻസസ്, ഡെപ്പോസിറ്റ് വിത്ത് റിസർവ്സ് ബാങ്ക്സ്, ഡെപ്പോസിറ്റ്സ് വിത്ത് ഇലക്ട്രിസിറ്റി കമ്പനീസ്, സൺഡ്രി ഡെപ്റ്റേഴ്സ്. ഈ 3 ഐറ്റംസാണ് നമ്മൾ ഷെഡ്യൂൾ 12 റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ടോട്ടലാണ് നമ്മൾ ബാലൻസ് ഷീറ്റിലോട്ട് എടുക്കുന്നത്. ഇനി ഷെഡ്യൂൾ 13 എന്താണ്? കറണ്ട് ലയബിലിറ്റീസ് നമ്മൾ എന്തൊക്കെ എടുത്തിട്ടുണ്ട്? ക്ലെയിം, ഔട്ട്സ്റ്റാൻഡിങ് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്ന്, സൺഡ്രി ക്രെഡിറ്റേഴ്സ്, എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിങ്, കമ്മീഷൻ ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ് യെറ്റ്, ദെൻ ക്രെഡിറ്റ് ബാലൻസസ് പെൻഡിങ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഇത്രയും ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഷെഡ്യൂൾ 13 കറണ്ട് ലയബിലിറ്റീസിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഷെഡ്യൂൾ 14 എന്താണ്? പ്രൊവിഷൻസ്. പ്രൊവിഷൻസിൽ എന്തൊക്കെയാണ്? ഒറ്റ പ്രൊവിഷനാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഏതാണ്? ഫോർ ടാക്സേഷന്. അത് നമ്മൾ ഷെഡ്യൂൾ 14 പ്രൊവിഷൻസിൽ നമ്മൾ ആഡ് ചെയ്യണം. ഇനി നമുക്ക് ഇത് ബാലൻസ് ഷീറ്റിലോട്ട് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? സോഴ്സസ് ഓഫ് ഫണ്ട്സ് ആണ് ഫസ്റ്റ്. നമ്മൾ ഈ ഷെഡ്യൂളിൻ്റെ ഓർഡറിൽ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ എക്സ്ട്രാ കുറച്ച് ഐറ്റംസ് വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞ പോളിസി ഷെഡ്യൂൾ 5 ഷെഡ്യൂൾ ഞാൻ റെക്കോർഡ് ചെയ്തു, 5th ഷെഡ്യൂൾ റെക്കോർഡ് ചെയ്തു, 6th ഷെഡ്യൂൾ റെക്കോർഡ് ചെയ്തു, 7th ഷെഡ്യൂൾ റെക്കോർഡ് ചെയ്തു. പിന്നെ നമ്മൾ ചെയ്യുന്ന ഏതാണ്? ലൈഫ് ഇൻഷുറൻസ് അക്കൗണ്ട് എന്താണ്? നമ്മൾ പറഞ്ഞു പോളിസി ഹോൾഡേഴ്സ് ഫണ്ട് നമ്മൾ
റെക്കോർഡ് ചെയ്യുന്നുള്ളത്. അതിൽ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു ലൈഫ് അഷുറൻസ് ഫണ്ട് ഫോർമാറ്റ് പഠിച്ച് വെക്കുക. ഇനി വരുന്നത് ഫണ്ട്സ് ഫോർ ഫ്യൂച്ചർ അപ്രോപ്രിയേഷൻ ആണ്. ഫണ്ട്സ് ഫോർ ഫ്യൂച്ചർ അപ്രോപ്രിയേഷൻ ഏതാണ്? നമ്മൾ റവന്യൂ അക്കൗണ്ടിൽ എടുത്തതാണ് അല്ലേ. ഫണ്ട്സ് ഫോർ ഫ്യൂച്ചർ അപ്രോപ്രിയേഷൻ റവന്യൂ അക്കൗണ്ടിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത സർപ്ലസ് നമ്മൾ അപ്രോപ്രിയേറ്റ് ചെയ്തതാണിത്. ഇത് നമ്മൾ ഇവിടെ എടുത്തെഴുതണം ബാലൻസ് ഷീറ്റിലോട്ട്. ഇനി അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്സിൽ ഏതൊക്കെയാണ് വരുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് 8th ഷെഡ്യൂള്, ലോൺസ് 9th ഷെഡ്യൂള്, ഫിക്സഡ് അസറ്റ്സ് 10th ഷെഡ്യൂള്. ഇതിൻ്റെ ഈ 3 സബ് ടോട്ടൽ നമ്മൾ ഇവിടെ ഈ 3 നമ്മൾ ഔട്ടർ കോളത്തിൽ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് കിട്ടേണ്ട എന്താണ്? കറണ്ട് അസറ്റ്സിൻ്റെയും കറണ്ട് ലയബിലിറ്റീൻ്റെയും നെറ്റ് എമൗണ്ട് ആണ്. അതായത് കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റി, എ മൈനസ് ബി, ഇതും കൂടിയാണ് നമുക്ക് ഇതിലുള്ളത്. ഇപ്പോൾ കറണ്ട് അസറ്റ്സിൽ ഏതൊക്കെ ഷെഡ്യൂളാണ്? 11th ഷെഡ്യൂളിൻ്റെ ടോട്ടൽ, 12th ഷെഡ്യൂളിൻ്റെ ടോട്ടൽ. എന്നിട്ട് നമ്മൾ എയുടെ സബ് ടോട്ടൽ എടുത്തു. ഇതാണ് കറണ്ട് അസറ്റ്സ് അല്ലേ. ഇത് കറണ്ട് അസറ്റ്സിൻ്റെ സബ് ടോട്ടലാണ്. ഇനി കറണ്ട് ലയബിലിറ്റീസ് ഉണ്ട്. കറണ്ട് ലയബിലിറ്റീസിൽ ഏതാണ് വരുന്നത്? 13th ഷെഡ്യൂളിൻ്റെ ടോട്ടലും 14th ഷെഡ്യൂളിൻ്റെ ടോട്ടലും. ഇതിൻ്റെ സബ് ടോട്ടൽ ബി. ഇത് കറണ്ട് ലയബിലിറ്റീസ് ആണ്. അപ്പം നമുക്ക് നെറ്റ് കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ അത്രയാണ് കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്, അതായത് എ മൈനസ് ബി. അപ്പോൾ കറണ്ട് അസറ്റ്സ് നെറ്റ് കറണ്ട് അസറ്റ്സ് എത്രയാണ്? ഈ ടോട്ടൽ എമൗണ്ട് ഈ കറണ്ട് അസറ്റ്സിൻ്റെ ഈ ടോട്ടൽ എമൗണ്ടിൽ നിന്ന് കറണ്ട് ലയബിലിറ്റീസിൻ്റെ ഈ ടോട്ടൽ എമൗണ്ട് മൈനസ് ചെയ്യണം. അപ്പോൾ എത്രയാണ് എമൗണ്ട് വരുന്നത്? 2609. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ എമൗണ്ടാണ് കറണ്ട് അസറ്റ്സിൻ്റെ ഈ എമൗണ്ടും ഈ 3 എമൗണ്ടുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എത്ര കിട്ടും? 63,009. അപ്പം നമുക്ക് ഇവിടെ സോഴ്സസ് ഓഫ് ഫണ്ടും അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് സൈഡും രണ്ടും ടാലി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. മനസ്സിലായല്ലോ? ഫോർമാറ്റ് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ഇൻഷുറൻസ് കമ്പനീസിൻ്റെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളത്. അതിൽ ഐറ്റംസ് ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചു വെക്കുക. ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഔട്ട്സ്റ്റാൻഡിങ് ഒക്കെയാണ്. ഇപ്പം റീഇൻഷുറൻസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, ഔട്ട്സ്റ്റാൻഡിങ്, ഇങ്ങനത്തെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് വരിക. അപ്പം അതിൻ്റെ ട്രീറ്റ്മെൻറ്റും അറിഞ്ഞു വെക്കുക. ഇങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്.